സാഹിത്യോത്സവത്തിൻ്റെ 5ാം ദിനമായ ഇന്ന് വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ പാനൽ ചർച്ച. മാറുന്ന ആഖ്യാനങ്ങൾ. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ KS രവികുമാർ, E സന്തോഷ് കുമാർ, VM ദേവദാസ്, മനോജ് കുറൂർ, PV ഷാജികുമാർ, മനോജ് വെള്ളനാട്. രണ്ടാമത് സാർവദേശീയ സാഹിത്യോത്സവത്തിൻ്റെ 5ാം ദിനമായ ഇന്ന് വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ പാനൽ ചർച്ച. മാറുന്ന ആഖ്യാനങ്ങൾ. പാനൽ ചർച്ച നയിക്കുന്നത് KS രവികുമാർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അബുദാബി ശക്തി പുരസ്കാരവുമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ മലയാള സാഹിത്യ വിമർശകനാണ് KS രവികുമാർ. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ E സന്തോഷ് കുമാർ. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് E സന്തോഷ് കുമാർ. മലയാളത്തിലെ ഉത്തരാധുനിക എഴുത്തുകാരിൽ ജനകീയനാണ്. VM ദേവദാസ്. സാഹിത്യ അക്കാദമി പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയ നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തുമാണ് VM ദേവദാസ്. മനോജ് കുറൂർ. കവിയും നോവലിസ്റ്റും കഥകളി വാദ്യ കലാകാരനും ഉത്തരാധുനിക കവികളിൽ ഒരാളുമാണ് മനോജ് കുറൂർ. അദ്ദേഹത്തിൻ്റെ കൃതി വിവർത്തനം ചെയ്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായിട്ടുണ്ട്. PV ഷാജികുമാർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ നേടിയ യുവ സാഹിത്യകാരനാണ് PV ഷാജികുമാർ. തിരക്കഥാകൃത്തുമായ ഇദ്ദേഹത്തിന് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മനോജ് വെള്ളനാട്. കഥാകൃത്ത്, ശാസ്ത്രലേഖകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് മനോജ് വെള്ളനാട്. സാഹിത്യം, അടിസ്ഥാന ശാസ്ത്രം, പൊതുജനാരോഗ്യം എന്നീ വിഷയങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ ഇപ്പോൾ പാനൽ ചർച്ച. മാറുന്ന ആഖ്യാനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അറിയിച്ചതുപോലെ മാറുന്ന ആഖ്യാനങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തി ഞാനൊഴിച്ച് എല്ലാവരും കഥാകാരന്മാരും നോവലിസ്റ്റുകളുമാണ്. അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ പങ്കുവയ്ക്കുകയാണ്. അതിനവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഞാൻ പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സമകാലിക സാഹിത്യാന്തരീക്ഷത്തിൽ ഏറ്റവും സജീവമായ സാഹിത്യരൂപങ്ങളാണ് ചെറുകഥയും നോവലും. അതിൽ തന്നെ വളരെ സജീവമായിട്ട് മുൻനിരയിൽ നിൽക്കുന്ന, രംഗത്ത് ചുവടുറപ്പ് നേടിക്കഴിഞ്ഞ എഴുത്തുകാരാണ് ഇവരെല്ലാവരും. തീർച്ചയായിട്ടും അവർക്ക് പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങളുടെയും തങ്ങളുടെ രചനാനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പലതും ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സംഭവം വിവരിക്കുക എന്നാണ് ആഖ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം. കഥ പറച്ചിലെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് ആഖ്യാനങ്ങളാണ്. പക്ഷേ ഒരു കേവലമായ ഒരു കഥാതന്തുവോ ഒരു ആശയമോ ഒരു പ്രമേയമോ അവതരിപ്പിക്കുന്നതിനപ്പുറത്ത് ഒരു എഴുത്തുകാരൻ അതിനെ വായനക്കാരൻ്റെ മുമ്പിൽ, കേൾവിക്കാരൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു കലാരൂപമായി രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതിൽ ആ കേന്ദ്ര ആശയത്തിൻ്റെയും കഥാതന്തുവിൻ്റെയും ഒക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂടിക്കലരാറുണ്ട്. അങ്ങനെ കൂടിക്കലർന്നു വരുന്ന ആഖ്യാനത്തിൻ്റെ പല അടരുകൾ ചേർന്നാണ് ഒരു ആഖ്യാന ശില്പം രൂപപ്പെടുന്നത്. അത് കാലമനുസരിച്ച് അതിന് പല മാറ്റങ്ങളും വരും. ഇപ്പോൾ മലയാളത്തിൽ തന്നെ നോവലിൻ്റെ തുടക്കത്തിൽ ചന്തുമേനോനും CV ഒക്കെ എഴുതിയ കാലഘട്ടത്തിൽ നിന്ന്, അന്നത്തെ രചനാരീതിയിൽ നിന്ന്, അന്നത്തെ പ്രമേയങ്ങളിൽ നിന്ന്
എത്രയോ മാറ്റങ്ങളാണ് ഇതിനകം ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് മാറാതെ നിൽക്കുന്ന ചില അടിസ്ഥാന ഘടകങ്ങളും ഉണ്ടാകും. അപ്പോൾ ഓരോ കാലത്തും ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് എഴുതുന്ന എഴുത്തുകാരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കാലത്തിൻ്റേതായ സവിശേഷതകൾ ഉണ്ടായിരിക്കെ തന്നെ അവരെല്ലാം വ്യത്യസ്തരാണ്. തകഴിയും കേശവദേവും ബഷീറും ഒരേ കാലത്തെ എഴുത്തുകാരാണ്. നമ്മൾ അവരെ ചേർത്താണ് പറയാറുള്ളത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ അവരുടെ കൃതികൾ വായിച്ച് നോക്കുമ്പോഴാണ് എത്രയോ ഭിന്നമായ രീതിയിൽ എഴുതിയ ആളുകളാണവർ. ആ കാലത്തിൻ്റെ ചില പൊതു സവിശേഷതകൾ അവിടെ ഇവിടെയൊക്കെ അതിൽ പ്രസരിച്ചിട്ടുണ്ടാവാം. അതിനപ്പുറം വളരെ വ്യത്യസ്തമാണ്. ഈ സാഹചര്യം ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് മുകുന്ദനെയും കാക്കനാടനെയും ഒ വി വിജയനെയും ഒക്കെ നമ്മൾ ഒരു ഗണത്തിൽപ്പെടുത്തി പരാമർശിച്ചിരുന്നു. പക്ഷേ അവരുടെ കൃതികളിലേക്ക് ഇറങ്ങിച്ചെന്ന് ശ്രദ്ധിക്കുമ്പോൾ എത്രമാത്രം വൈവിധ്യമാണ് അവരുടെ രചനകളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാകും. അതുപോലെ ഇപ്പോൾ വരുമ്പോൾ അങ്ങനെ ഒരു കേന്ദ്രീകൃതമായ ഒരു ആശയാന്തരീക്ഷം ഇന്ന് മലയാള സാഹിത്യരംഗത്ത് പൊതുവിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് തരം ആശയങ്ങളുടെയും ചിന്തകളുടെയും സാമൂഹ്യ അവസ്ഥകളുടെയും ജീവിതാന്തരീക്ഷത്തിൻ്റെയും ഒക്കെ കലർപ്പിൻ്റെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എഴുതുമ്പോഴും പുതിയ എഴുത്തുകാർ അല്ലെങ്കിൽ സമകാലികമായിട്ട് കുറേ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നവർ എന്ന ഒരു പൊതു ആയിട്ടുള്ള ഒരു കുടയുടെ കീഴിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരോരോരുത്തരും വ്യത്യസ്തരാണ്. ഇവരുടെ ഓരോരുത്തരുടെയും രചനകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആഖ്യാനത്തെക്കുറിച്ച് തങ്ങളുടെ രചനയിലൂടെ തങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ആഖ്യാനത്തിൻ്റെ നവത്വത്തെക്കുറിച്ച് അവർക്ക് പലതും പറയാനുണ്ടാകും. അതിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ പാനൽ ചർച്ചകളിലൊക്കെ സാധാരണ രീതിയിൽ പതിവുള്ളതുപോലെ 5-6 മിനിറ്റ് ഓരോരുത്തരും സംസാരിച്ച് രണ്ടാമതൊരു റൗണ്ടിലൂടെ വന്ന് ഒക്കെ ഒരു ഏകദേശം ഒരു ആശയങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട സദസ്യരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി പറയാനുള്ള സമയം 1 മണിക്ക് ഉള്ളിൽ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ എല്ലാവരും വേണ്ട സഹകരണം ഉണ്ടാകണം എന്ന് സദസ്സിനോടുകൂടി പറയുകയാണ്. എന്തായാലും ഇക്കൂട്ടത്തിൽ ഒരുപക്ഷെ മുതിർന്ന ആൾ കഥാകാരന്മാരിൽ നോവലിസ്റ്റുകളിൽ സന്തോഷമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സന്തോഷ് കുമാറിനോട് സംസാരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഈ ആഖ്യാനത്തിലെ തന്ത്രങ്ങൾ, ആഖ്യാനത്തിലെ മാറുന്ന ആഖ്യാനങ്ങൾ അല്ലേ, ഞങ്ങളൊക്കെ ഒരു 90ൻ്റെ മധ്യത്തിൽ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ മലയാളത്തിലുള്ള വലിയ ആഖ്യാനപരമായിട്ടുള്ള അല്ലെങ്കിൽ രൂപപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ ഫിക്ഷനിൽ കഴിഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ട്. ആവശ്യമുള്ള അത്രയും ഫിക്ഷനിൽ ഒരു 70കളിലൊക്കെ വലിയ പരീക്ഷണങ്ങൾ നടത്തുകയും പലതും എത്രമാത്രം ദുർഗ്രഹമാവുന്നു അത്രയും നല്ലതെന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമൊക്കെ കേരളത്തിൽ വന്നു. അതൊരു പെയ്തൊഴിഞ്ഞ സമയത്താണ് ഒരുപക്ഷെ നമ്മളൊക്കെ സാഹിത്യത്തിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആളുകൾ തമാശയ്ക്ക് പറയുന്നത് ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഓണപ്പതിപ്പിനൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ പത്രാധിപർ കത്തെഴുതുക, താങ്കളൊരു കഥ അയച്ചു തരണം, ഏറ്റവും ദുർഗ്രഹമായിട്ടുള്ള കഥയാണെങ്കിൽ അത്രയും നല്ലത്, ആർക്കും മനസ്സിലാവാത്തതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 50-60 കാലത്ത് ഇപ്പോൾ തകഴിയും ബഷീറിൻ്റെയൊക്കെ ഭാഷ ഇപ്പോൾ നോക്കിയാൽ ഇപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള രീതിയിലുള്ള ആഖ്യാനമുള്ള എഴുത്തുകാരാണ് ബഷീർ. ഇപ്പോൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് പുതിയ ഭാഷ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഉള്ള ആ വലിയ പരീക്ഷണങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ആ പരീക്ഷണങ്ങളുടെ രചനകൾ നമ്മളിപ്പോൾ വായിച്ചു നോക്കിയാൽ നമുക്കൊന്നും തോന്നുന്നില്ല. അതെൻ്റെ ഒരു കുഴപ്പമായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, എഴുതി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു മാനദണ്ഡം, ഞാൻ എഴുതിയ ഒരു കഥയോ അല്ലെങ്കിൽ നോവൽ ആദ്യം എനിക്ക് തന്നെ അതൊരു രണ്ടാമത് വായിക്കാനുള്ളൊരു താല്പര്യം തോന്നുന്നത്. അതാണ് എൻ്റെ ആഖ്യാനത്തിൻ്റെ ഒരു തന്ത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂത്രം. നമ്മൾ എഴുതാൻ ശ്രമിക്കുന്ന, നമ്മളൊരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു രണ്ടാമത് തിരിച്ചെത്താൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി മറ്റു കാര്യങ്ങളിലൊന്നും ബോധവാനേ അല്ല. ഒരു കഥ കൊണ്ടുവരുന്നു, കഥ പാടില്ല എന്ന് വിചാരിക്കുന്ന ആഖ്യായികകാരന്മാരുണ്ട്, കഥ വേണമെന്ന് വിചാരിക്കുന്ന ഒരു തരത്തിൽപ്പെട്ട ഒരാളാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ കഥയുടെ അവസാനം പൂർണ്ണമായും തീർക്കാതെ മനസ്സുകളിലേക്ക് പൂർത്തിയാക്കാൻ വിടുന്ന തരത്തിലുള്ള ചില രചന ഒക്കെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ടാവും. ബോധപൂർവമല്ല. ഈ കാര്യങ്ങളോട് വലിയ താല്പര്യം, ഇപ്പോൾ ആഖ്യാനം അല്ല എൻ്റെ ആദ്യത്തെ വിഷയം, കഥ അല്ലെങ്കിൽ ഒരു പ്രമേയം പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് എൻ്റെ ആദ്യത്തെ വിഷയം.
ഈ ഏതായാലും 90കളിലൊക്കെ ഞാൻ ചില മലയാളത്തിലെ സമാഹാരങ്ങൾ വായിച്ച് എന്നെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാധീനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേരൊന്നും പറയുന്നില്ല, അത് വായിച്ചിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ വഴിക്ക് പോകുമായിരുന്നു. അതായത് യാതൊരു ഇങ്ങനെയുള്ള ഒരു വലിയ ദുർഗ്രഹ കൊണ്ടുവന്നിട്ടുള്ള സമാഹാരങ്ങളാണ്. അതിനുശേഷം എനിക്ക് കിട്ടിയ 1-2 ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് റേമൺ കാർവർ എന്ന് പറയുന്ന എഴുത്തുകാരനെ വായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ റേമൺ കാർവർ ഒരുപക്ഷെ ചെക്കോവനും മറ്റേ ഹെമിംഗ്വേക്കൊക്കെ ശേഷം ഏറ്റവും ലളിതമായ രീതിയിൽ 20-ാം നൂറ്റാണ്ടിൽ വലിയ കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആഖ്യാനത്തിൽ വലിയ പരീക്ഷണങ്ങളൊന്നുമില്ല, എന്നാൽ പരീക്ഷണങ്ങളുണ്ട്, അത് ബോധപൂർവമുള്ള പരീക്ഷണങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാസ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം വർഷങ്ങളോളം ഈ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നു. അപൂർവം ചില സ്ഥലങ്ങളിൽ പോയിട്ട് ആൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിന് ക്ലാസ് എടുക്കുന്ന വളരെ ദരിദ്രമായ സാഹചര്യത്തിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ് കാർവർ. അപ്പോൾ കാർവർ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തോബിയാസ് വോൾഫാണ്, അയാളുടെ അനിയനാണ്, ഇതിലാരോ ഒരാൾ ക്ലാസ് എടുക്കുകയാണെന്ന് പറയും. അപ്പോൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് നോ ചീപ്പ് ട്രിക്സ്, കുട്ടികളോട് പറയണേ നോ ചീപ്പ് ട്രിക്സ് എന്ന് പറയും. അപ്പോൾ കാർവർ എന്നിട്ട് പറയും ഞാൻ അതിനെ ഒന്ന് പരിഷ്കരിക്കും, നോ ട്രിക്സ് പീരിയഡ്. അതായത് യാതൊരു തന്ത്രം ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് അത്രയും നേർക്കുനേരുള്ള ഒരു ആഖ്യാനം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റി. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും വളരെ ആഘോഷിച്ചിരുന്ന ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെയൊക്കെ രചനകളിലൊന്നും വലിയ വേറെ രീതിയിലുള്ള എന്തെങ്കിലും, ഇവരൊക്കെ വലിയ പരീക്ഷണാത്മകമായിട്ടുള്ള രചനകളോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നവരാണ്. സ്വയം എഴുതാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അവർ നേർക്കുനേർ നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ എഴുതാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ 90കളിലെ ചില കഥകളിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ ഇത്തരം ചില എഴുത്തുകാരോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതുന്നതായാലും അല്ലെങ്കിൽ ഞാൻ എന്നെ മോഹിപ്പിക്കുന്ന ഒരു എഴുത്തെന്ന് പറയുന്ന ഒരു പ്രമേയം തന്നെയാണ്. ആ പ്രമേയത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയാണ് അത് ആദ്യം നിൽക്കുന്നത്. ആഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ രൂപമൊക്കെ പിന്നീട് വരുന്നതാണ്. ഒരുപക്ഷെ ആ പ്രമേയത്തിന് അനുസൃതമായിട്ടുള്ളൊരു ആഖ്യാനം സ്വാഭാവികമായിട്ട് രൂപപ്പെട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി രൂപത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ള എൻ്റെ ഒരു വിഷയമല്ല. പക്ഷേ എങ്കിൽ കൂടി നമ്മളൊരു രചനയുടെ തുടക്കം അതൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് നാൾ ചിലപ്പോൾ നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചു എന്ന് വരും. ഇപ്പോൾ സമീപകാലത്ത് ഈ കഥകൾ എഴുതാൻ എന്നെ കണ്ട് വലിയ പ്രശ്നമുണ്ട്. കഥ വലിയ സമയമെടുക്കുന്ന ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഒരു നോവൽ എഴുതുന്നേക്കാളും പ്രയാസമുണ്ട്. വളരെ ശ്രദ്ധിച്ചും ഓരോ പദങ്ങൾ വെച്ചും നോക്കിയും പിടിച്ചും അത് ശരിയാവാണ്ടിരിക്കും പലപ്പോഴും ഉപേക്ഷിച്ചും. അപ്പോൾ അതുകൊണ്ട് വലിയ ഗ്യാപ്പുകൾ വരുന്നുണ്ട് കഥ എഴുത്തിൽ എന്ന് പറയാം. ഒരുപക്ഷെ നമ്മൾ സ്വയം സെൻസർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കും 1 കൊല്ലം 2 കൊല്ലത്തിലൊരിക്കൽ ഒരു കഥ വരിക എന്നുള്ളതൊക്കെ ഇപ്പം നടക്കുന്നുള്ളൂ. അങ്ങനെയുള്ളത് നോവലുകളായാലും നമ്മുടെ പ്രമേയങ്ങൾ മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ വന്ന് എവിടെയെങ്കിലും അതിനൊരു തുടക്കം കിട്ടാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വീണ്ടും ചെന്ന് സന്ദർശിക്കാൻ സാധിക്കുന്ന ഒരു തുടക്കം കിട്ടാൻ അതിനുള്ളൊരു കാത്തിരിപ്പ് എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ മാത്രമേ ഞാൻ രചന മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വളരെ വൈയക്തികമായിട്ടുള്ള ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നു മാഷിന് മറ്റുള്ളവരൊക്കെ സീനിയോറിറ്റി വെച്ചാണ് ഞാൻ നമസ്കാരം. അങ്ങനെ മാറുന്ന ആഖ്യാനങ്ങൾ എന്ന ഒരു പൊതുവായ വിഷയമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സന്തോഷ് ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായും പ്രമേയം തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാമെങ്കിലും ചില പ്രശ്നങ്ങൾ കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. വെച്ചാൽ നമ്മൾ പ്രമേയം തന്നെ ആഖ്യാനത്തിലൂടെ രൂപപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ഒരു യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കാണുന്ന യാഥാർത്ഥ്യത്തെ ഭാഷാപരമായ ഒരു വ്യവഹാരത്തിനുള്ളിലേക്ക് മാറ്റുമ്പോൾ തന്നെ അത് മറ്റൊന്നായി തീരുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ ആണ് ആഖ്യാനം എന്ന വിഷയത്തെ ചർച്ച ചെയ്യാൻ ആ ചർച്ചയ്ക്ക് എങ്ങനെയാണ് ഒരു പ്രസക്തി ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു. ആർ വിശ്വനാഥ മാഷിൻ്റെ ഒരു തലക്കെട്ട് ഓർക്കുകയാണ്, ഒരു പുസ്തകത്തിൻ്റെ തന്നെ തലക്കെട്ട് അവസ്ഥയും ആഖ്യാനവും എന്നാണ്. അവസ്ഥയെ നേരിട്ട് ആഖ്യാനം ചെയ്യുക, ജീവിതത്തിന് അതിൻ്റെ മുഴുവൻ സംഘർഷങ്ങളോടെ, മുഴുവൻ ആത്യന്തികമായ പ്രശ്നങ്ങളോടെ സംബോധന ചെയ്യുക, അതിനെ ആ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു ആധുനികതയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ആധുനിക കാലത്ത് അത്തരത്തിലുള്ളൊരു ആഖ്യാനമാണ് നിലവിൽ വന്നത് എന്ന് അദ്ദേഹം ആ കൃതിയിൽ പറയുന്നുണ്ട്. ആ
സമയത്ത് തന്നെ ഇപ്പോൾ ആനന്ദിനെ പോലെ അല്ലെങ്കിൽ സക്കറിയയെ പോലെ ഉള്ള എഴുത്തുകാർ വാസ്തവത്തിൽ ഈ ആഖ്യാനത്തിനും എം മുകുന്ദനെ പോലെയൊക്കെയുള്ള എഴുത്തുകാർ ആഖ്യാനത്തിൻ്റെ വൈവിധ്യത്തിൽ അല്ലെങ്കിൽ രൂപപരമായിട്ടുള്ള വൈവിധ്യത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റ് നാടുകളിലൊക്കെ നടന്നിട്ടുള്ളത് പോലെയുള്ള അത്ര പ്രകടമായ പരീക്ഷണങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ ക്രാസ്നഹോർക്കയുടെ നോവൽ ഹേഴ്സ്റ്റ് 07769 എന്ന് പറയുന്ന നോവൽ, അത് ഒറ്റ സെൻറ്റൻസാണ്. നോവൽ മുഴുവനായിട്ട് തന്നെ ഒരൊറ്റ സെൻറ്റൻസായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, ധാരാളം പരീക്ഷണങ്ങൾ ആ രീതിയിൽ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ കോർട്ടസാറിൻ്റെ നോവലുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ഏസ് യൂസേഴ്സ് മാനുവൽ, മാങ്ങാട് നായർ നേരത്തെ അതിനെക്കുറിച്ച് മലയാളത്തിൽ എഴുതിയിരുന്ന ഓർമ്മ വരുന്നു. ലൈഫ് ഏ യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്ന ജോർജ് പെർക്കിൻ്റെ നോവലുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വിക്രം സേത്തിൻ്റെ ഗോൾഡൻ ഗേറ്റ് പോലെ പദ്യത്തിൽ പൂർണ്ണമായിട്ടും 14 വരിയുള്ള പദ്യത്തിൽ എഴുതിയിട്ടുള്ള നോവല്, അല്ലെങ്കിൽ മറ്റേ ലൊലീറ്റയൊക്കെ എഴുതിയിട്ടുള്ള നൊബക്കോവിൻ്റെ പെയിൽ ഫയർ എന്ന നോവൽ. ഇങ്ങനെ നിരവധി നോവലുകൾ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ രീതിയിൽ ആഖ്യാനത്തിൻ്റെ വൈവിധ്യം കൊണ്ട് സവിശേഷമായിട്ടുള്ള കൃതികൾ എന്ന് പറയാറുണ്ട്. പക്ഷേ മലയാളത്തിൽ നമുക്ക് എപ്പോഴും പ്രമേയത്തോടുള്ള ഒരു ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നം എഴുത്തുകാർ തന്നെ അഡ്രസ്സ് ചെയ്യുക ഒരവസ്ഥയിൽ നിന്നാണ് വാസ്തവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ പ്രശ്നം. എഴുത്തുകാർ തന്നെ അഡ്രസ്സ് ചെയ്യുക എന്നൊരവസ്ഥയിൽ നിന്നാണ് വാസ്തവത്തിൽ ആഖ്യാനം എന്നുള്ളൊരു വിഷയം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു. ഒരു സന്തോഷ് ഇവിടെ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു പ്രമേയം അതിന് സ്വാഭാവികമായ ഒരു ആഖ്യാനത്തെ രൂപപ്പെടുത്തുന്നു എന്ന് പറയുകയുണ്ടായി. പലപ്പോഴും എഴുത്തിൽ കുറച്ചുകൂടിയൊക്കെ ബോധപൂർവമായ ഒരു ചില ഘടകങ്ങൾ കൂടി അടങ്ങിയിട്ടുണ്ടോ, അത് അത്രത്തോളം സ്വാഭാവികമാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ അടുത്ത കാലത്ത് എഴുത്തിൻ്റെ മേഖലയിൽ ഇടപെടുന്ന ആൾക്കാർ തന്നെ ഉന്നയിക്കാറുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ രൂപപരമായ ചില ഘടകങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡിമെൻറ്റഡ് കണ്ടൻറ്റ് തന്നെയാണ് എന്ന്. അഡോണോയെ പോലെ, തിയഡോർ അഡോണോയെ പോലെ, പിൽക്കാലത്ത് ഫ്രെഡറിക് ജെയിംസിനെ പോലെ ഉള്ള ആളുകളൊക്കെ സെഡിമെൻറ്റഡ് കണ്ടൻറ്റ് തന്നെയാണ് ഫോം എന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ അത് ഫോമും കണ്ടൻറ്റും തമ്മിലുള്ളൊരു ചേർച്ച നമുക്ക് പറയാമെങ്കിലും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ക്ഷമിക്കുക, ഇപ്പോൾ ടെറി ഈഗിൾട്ടനെ പോലുള്ള ഒരാൾ പറയുമ്പോഴേക്കും ഇത് ഈ ഫോമും കണ്ടൻറ്റും തമ്മിലുള്ള ഈ പാരസ്പര്യം അല്ലെങ്കിൽ എന്താണ് സംപൃക്താവസ്ഥ എന്ന ഒറ്റം പറയാവുന്ന ഒരു സംഗതി ഉള്ളി പൊളിക്കും പോലെയാണെന്ന് പറയാറുണ്ടല്ലോ. ഫോം പൊളിച്ച് ചെല്ലുമ്പോൾ കണ്ടൻറ്റ് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ പൊളിച്ച് കളഞ്ഞ ആ അടരിൽ തന്നെയാണ് ഫോം അല്ലെങ്കിൽ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ ടെറി ഈഗിൾട്ടനെ പോലുള്ള ഒരാൾ പറയുന്നത് അങ്ങനെയല്ല. ഫോമിനെ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്കൊരു സൃഷ്ടിയുടെ സവിശേഷത എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലും കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മലയാളത്തിൽ എപ്പോഴും അത് കൃത്രിമമായിട്ടാണ് എടുക്കുന്നത്. മലയാളത്തിൽ അത് ചെയ്യാൻ ധൈര്യമില്ലാത്തതിൻ്റെ ഒരു കാരണം കൂടി പറയാം. അത്തരത്തിലുള്ള ഏതെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അത് വളരെ കൃത്രിമമായിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ മലയാളത്തിൽ ഒറ്റ വാക്യം ആയിട്ടൊരു നോവൽ, ഇപ്പോൾ ക്രാസ്നഹോർക്കായി ചെയ്തതുപോലെ ഒരു നോവൽ എഴുതുക എന്ന് വെച്ചാൽ അത് വളരെ കൃത്രിമമായൊരു സംഗതിയായിട്ട് അപ്പോൾ തന്നെ വിധി എഴുതി കഴിയും. അങ്ങനെ ഒരവസ്ഥയുണ്ട്. അത് മലയാളത്തിൽ വായനയുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ വിദേശ എഴുത്തുകാരുടെ നോവലുകളാണെങ്കിൽ അത് ആ രീതിയിൽ സ്വീകരിക്കുകയും അതേ സംഗതികൾ അല്ലെങ്കിൽ അതേപോലെയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന് സമാന്തരമായ പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്രിമമായ എഴുത്തായി മനസ്സിലാക്കുകയും ചെയ്യും എന്ന് പറയുന്നൊരു പ്രശ്നം എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഇപ്പോൾ ബെന്യാമിൻ്റെ ആണെങ്കിൽ തന്നെ അടുത്ത കാലത്ത് വന്ന തരകൻസിൽ എന്താ വരും, എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് വായിക്കപ്പെട്ട നോവൽ, ബെന്യാമിൻ്റെ നോവലുകളിൽ ഏറ്റവും കുറവ് വായിക്കപ്പെട്ട നോവൽ ചിലപ്പോൾ അതായിരിക്കും. കാരണം ഈ രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥ മലയാളത്തിൽ എഴുത്തുകാരും വായനക്കാരും അനുഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്വന്തം എഴുത്തിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ 3 നോവലുകൾ എഴുതിയത്, ഒന്ന് നിലംപൂത്ത് മലർന്ന നാൾ എന്ന് പറയുന്ന നോവലാണ്, രണ്ടാമത്തത് മുറിനാവ് എന്ന നോവലാണ്, മൂന്നാമത്തത് മണൽപ്പാവ. ഈ 3 നോവലുകളിലൂടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക വൈകാരിക ചരിത്രമാണ് എന്ന് ഒറ്റ വാക്കിൽ പറയാം, അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ പറയാം. പക്ഷേ 3ലും അതിൻ്റെ ആഖ്യാനത്തിൽ ഉള്ള ഒരു വൈവിധ്യം അത് കുറച്ച് ബോധപൂർവം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഘടനാപരമായിട്ടുള്ള സവിശേഷതകൾ, ചില ബോധപരമായിട്ടുള്ള ചില ഇടപെടലുകൾ 3ഉം വ്യത്യസ്തമാക്കാനുള്ള ചില ശ്രമങ്ങൾ ഒക്കെ ബോധപൂർവമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. എങ്കിലും ഏറ്റവും ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുള്ള കൺസേൺ ഈ പ്രമേയം
എന്നുള്ളത് പോലെ തന്നെ അത് എങ്ങനെ പറയുന്നു എന്നുള്ളൊരു സംഗതി വളരെ പ്രധാനമാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് പണിയെടുത്ത് കഴിയുമ്പോഴേക്കും അത്ര ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നുന്ന ഒരു സങ്കടങ്ങളും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ മുറിനാവ് എന്നുള്ള നോവൽ, അത് മാത്രം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെടുത്താണ്. മുറിനാവ് എന്നുള്ള നോവൽ അത് 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും കഥ പറയുന്ന നോവലാണ്. മാതൃഭൂമി സീരിയലൈസ് ചെയ്ത നോവലാണ്. അപ്പോൾ അത് 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും കഥ പറയുന്ന നോവലാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ആ കാലഘട്ടത്തിലെ സംസാര ഭാഷ, അത് ഏത് ഒരു തരത്തിൽ രൂപപ്പെടുത്താനായിട്ട് കുറേയേറെ ബോധപൂർവം തന്നെ ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും സംസാരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് ആ കാലത്ത് തന്നെ ലഭ്യമായിട്ടുള്ള ശാസനങ്ങളും അതുപോലെ വാചികമായ വ്യവഹാരങ്ങളുടെ രേഖകളും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ നോക്കിയിട്ടാണ് അതിലെ സംസാര ഭാഷ രൂപപ്പെടുത്തി. എനിക്ക് തോന്നുന്നു ആ നോവലിലേക്ക് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടും അത് തന്നെയായിട്ട് മാറിയെന്നാണ് തോന്നുന്നത് പിൽക്കാലത്ത്. കാരണം വെച്ചാൽ ഇതാണ് അതിനകത്തൊരു വൈവിധ്യം. നമ്മൾ ആ കാലത്തോട് ആ രീതിയിലുള്ളൊരു സത്യസന്ധത പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഭ്രമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നത്. പക്ഷേ അതുതന്നെയായിരിക്കും ചിലപ്പോൾ ആ നോവലിലേക്ക് കടക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറുക. അങ്ങനെ ഒരു അനുഭവം കൂടി ഈ ഫോമിൻ്റെ ഭാഷയുടെ ഒക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒരവസ്ഥ കൂടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായിട്ടുള്ള വളരെ കുറച്ച് മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ്. നോവൽ എന്ന് പറയുന്ന സാധനം എഴുതിയിട്ടുമില്ല, കുറച്ച് വിരലിലെണ്ണാവുന്ന കഥകൾ മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എഴുത്ത് അനുഭവങ്ങൾ അങ്ങനെ ഇവരെയൊക്കെ പോലെ ആഖ്യാനത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒക്കെ അങ്ങനെ ആധികാരികമായി പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഞാൻ കഥ എഴുതുമ്പോഴും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സന്തോഷേട്ടൻ പറഞ്ഞ പോലെ പ്രമേയമാണ് നമ്മുടെ ഒരു ആഖ്യാന ഒരു വിഷയം എങ്ങനെ പറയണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. അത് ആ പ്രമേയം നമ്മുടെ ഉള്ളിൽ കിടന്ന് വികസിക്കുമ്പോഴാണ് അത് ഏത് രീതിയിൽ, അപ്പം അതിന് അനുചിതമായിട്ടുള്ള ഭാഷയൊക്കെ ആ രീതിയിലാണ് ശരിക്കും അതിലേക്ക് വരുന്നത്. പിന്നീട് അതിനെ എഡിറ്റ് ചെയ്ത് ഒക്കെയാണ് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പ്രമേയം എന്ന് പറയുന്നത് പുതിയ കാലത്ത് എഴുതുന്ന കൃതികൾ പുതിയ കാലത്തെ മനുഷ്യൻ്റെ മാനസിക അവസ്ഥയോട് സമ്മതിക്കുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതൊരു ഇന്നത്തെ കാലത്തെ കഥയായിട്ടോ നോവലായിട്ടോ ഒക്കെ പലപ്പോഴും കാണാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കഥ എഴുതുന്നതാണെങ്കിലും നോവൽ എഴുതുന്നതാണെങ്കിലും ഇപ്പോൾ പഴയ കാല ഇപ്പോൾ ചരിത്രാഖ്യായികളായിട്ടുള്ള നോവലുകളുണ്ടാവും, ചരിത്രത്തിൽ നിന്ന് എടുത്ത് എഴുതുന്നത്. പക്ഷേ ആ നോവൽ വെറും ചരിത്രമായിട്ട് മാത്രം നിൽക്കുന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രസക്തിയില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മഹാഭാരതത്തിൽ നിന്നൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുണ്ട്. ആത്രേയകം പോലത്തെ നോവലുകൾ ഇന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഇന്നത്തെ മനുഷ്യൻ്റെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അവൻ്റെ പൊളിറ്റിക്സിനോടോ അല്ലെങ്കിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളോടോ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനൊരു ശ്രമം നടത്തുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ പലപ്പോഴും പ്രമേയം പോലും സെലക്ട് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഇന്നത്തെ മാറിയ കാലത്തെ അവൻ്റെ മാനസിക അവസ്ഥ, അവൻ്റെ രാഷ്ട്രീയം, ഇതൊക്കെ പലപ്പോഴും കഥകളാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ ചില ആഖ്യാനങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഇന്നത്തെ കാലത്ത് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ സേതുവിൻ്റെ ദൂത് എന്ന് പറയുന്ന കഥ, അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോണോ മറ്റ് സാങ്കേതിക വിദ്യകളോ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുണ്ടായ കഥയാണ് ദൂത്. സംഭാഷണം മാത്രമുള്ള ഒരു ചെറുകഥയാണ്, സംഭാഷണം മാത്രമേ ഉള്ളൂ. അതേ പാറ്റേണിൽ ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട് എൻ്റെ പുതിയ പുസ്തകത്തിൽ, ഈ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന് പറയുന്ന ഒരു കഥ. പക്ഷേ ആ കഥ പൂർണ്ണമായിട്ടും സംഭാഷണം മാത്രമേ ഉള്ളൂ. ഒരു അരമണിക്കൂറോളം രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമാണ്. പക്ഷേ ഫോണിലൂടെ ആണ് അവർ സംസാരിക്കുന്നത്. ഒരു ഹലോയിൽ തുടങ്ങിയിട്ട് ആണത് തുടങ്ങുന്നത്. പക്ഷേ ആ സംഭാഷണത്തിൽ അതിനിടയിൽ എന്താണ് കഥാപാത്രം കാറിൽ കയറുന്നു, കാറിൽ കണക്ട് ചെയ്ത് ആ രീതിയിൽ പുതിയ ആ ഒരു ആഖ്യാനത്തിൽ ആ ഒരു പുതുമ മാത്രമല്ല, അത് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന കഥയും കൂടി ആവുമ്പോഴാണ് അതൊരു പുതിയ കഥയായിട്ട് മാറുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനത് പ്രത്യേകം പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഒരുപാട് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥകൾ പലതും
നമുക്കൊരു 20-25 വർഷം മുമ്പ് വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന കഥകളാണ് പലപ്പോഴും. ഒരു ഇതൊക്കെ ഞാനൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലല്ല കേട്ടോ, ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇതിനെയൊക്കെ സമീപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥകളെയും ഒക്കെ ഈ ഒരു വിമർശനപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ പല പ്രാവശ്യം വായിച്ച് നോക്കിയിട്ടൊക്കെയാണ് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ ഒരു കഥാകൃത്തിൻ്റെ പ്രായത്തിനെക്കാട്ടിലും മുമ്പ് എഴുതാൻ പറ്റുന്ന ഒരു കഥയ്ക്ക് പ്രത്യേകിച്ച് സംഗതിയൊന്നുമില്ല. ഓരോ കാലഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള കഥകൾ അന്നത്തെ കഥാകൃത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബഷീറിനെയോ അല്ലെങ്കിൽ തകഴിയെയോ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അന്നത്തെ കാലഘട്ടത്തിലെ കഥ പറയാൻ ഇന്നൊരു കഥാകൃത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്നത്തെ പുതിയ ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാഹിത്യത്തിൽ, നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈ പറയുന്ന ആഖ്യാനങ്ങളിൽ അത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ജീവിതത്തിൽ നമ്മൾ വളരെയധികം മാറിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 25-30 വർഷത്തെ നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്, നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അലൈൻമെൻറ്റ്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങൾ നമ്മുടെ സാഹിത്യത്തിലോ ആഖ്യാന രീതികളിലോ ഒക്കെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെയുള്ള സംഗതികൾ ഒക്കെ വരുന്നത്. പുതിയ കാലത്ത് ജെൻഡർ ഇഷ്യൂസ്, അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സാഹിത്യ രൂപങ്ങൾ എത്രത്തോളം വരുന്നുണ്ട്. ഈ പുതിയ കാലത്തെ ജീവിത രീതിയെപ്പറ്റി പറയുമ്പോൾ ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു 90 സെക്കൻഡിൽ കൂടുതൽ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഒരു 90 സെക്കൻഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു തലമുറയെ സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ ഒരു മേഖലയിൽ നമുക്ക് പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അവരോട് സമ്മതിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഏതൊരു രീതി, ഞാനിപ്പോൾ സാഹിത്യത്തിനെ വിട്ട് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ഏറ്റവും നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പലരും പറയും ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞേക്കും. അപ്പോൾ ശൈലജ ടീച്ചർ കഴിഞ്ഞ ഒരു പൊളിറ്റിക്കലല്ല കേട്ടോ, ഞാൻ ഒരു മാറ്റം പറയുന്നത്. ശൈലജ ടീച്ചർ കഴിഞ്ഞ ഇലക്ഷന് നിന്ന സമയത്ത് ശൈലജ ടീച്ചർ മുമ്പ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെയും ഒക്കെ റീൽസാക്കി, അന്നത്തെ കാലത്തെ പുതിയൊരു ആഖ്യാന രീതിയാണ്, റീൽസാക്കി ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കുകയുണ്ടായി. എതിർ സ്ഥാനാർത്ഥി ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഇറക്കിയ ഒരു റീൽ എന്ന് പറഞ്ഞാൽ ഒരു കളരിപ്പയറ്റിൻ്റെ റീലായിരുന്നു. ശൈലജ ടീച്ചർ അതുവരെ ഇറക്കിയിട്ടുള്ള എല്ലാ റീലുകളിലേക്കാളും റീച്ച് ഉണ്ടായിരുന്നു ഈ കളരിപ്പയറ്റും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടായിട്ടുള്ള. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഡയറക്റ്റ്ലി കൺവേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലം ഉണ്ട്. റീലാണെങ്കിൽ പോലും അത് എങ്ങനെ ചെയ്യണം, അതെങ്ങനെ പുതിയ ആൾക്കാരിലേക്ക് എത്തും, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ആ ഒരു ചേഞ്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ആ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവിതത്തിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങളെ സാഹിത്യകാരന്മാർ ആദ്യം ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതം ഫാസ്റ്റായി. ഇപ്പം എറൗണ്ട് ദ വേൾഡ് ഇൻ 80 days എന്ന് പറയുന്ന പുസ്തകം അത് ഇറങ്ങിയിട്ട് നൂറ്റാണ്ടിലോ അധികമായി. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ലോകം ചുറ്റണമെങ്കിൽ മിനിമം 80 ദിവസം വേണം. കഴിഞ്ഞ വർഷം ഇത് ബുക്കർ പ്രൈസ് കിട്ടിയ ഓർബിറ്റൽ എന്ന് പറയുന്ന നോവൽ 1.5 മണിക്കൂർ കൊണ്ട് ലോകം ചുറ്റുന്നതിൻ്റെ കഥയാണ്. അപ്പോൾ ആ രീതിയിൽ എന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് സാഹിത്യം മാറുന്നുണ്ട്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ഈ ടെക്നോളജികളെല്ലാം തന്നെ നമ്മുടെ ഭാവനയെ വളരെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാവില്ല. ഈ നമ്മുടെ പഴയ കാലത്തുണ്ടായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന പല ഈ ഭാവനാ സൃഷ്ടികളായിട്ടുള്ള സംഗതികളെ എടുത്ത് ഇന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. ഇന്നത്തെ കാലത്ത് ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊന്നും തന്നെ ഉണ്ടാവില്ല. ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ദൈവം എന്ന് വെച്ചാൽ അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഭാവനാ സൃഷ്ടിയാണ്. മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും മികച്ച ഭാവനാ സൃഷ്ടിയായിട്ടുള്ളൊരു സംഗതിയാണ് ദൈവം എന്ന് പറയുന്നത്. ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാകുന്നത് മനുഷ്യന് ഒന്നിനെപ്പറ്റിയും ധാരണയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. മഴ പെയ്യുന്നത് എങ്ങനെ, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആകാശത്തുനിന്ന് വെള്ളം വീഴുന്നു, ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണെന്ന്. രാവിലെ ഒരു ദിവസം നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നു, മിന്നലുണ്ടാവുന്നു. ഇപ്പോൾ ഇതിനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ യാതൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് നമ്മൾ ഇതിനെയൊക്കെ ക്രോഡീകരിച്ച് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നത്.
ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഇല്ലാത്ത ഒരു 100 പേരെ, ഈ പഴയ ദൈവത്തെ പറ്റി, നമ്മുടെ നിലവിലുള്ള ദൈവസങ്കല്പങ്ങളെ ഒന്നും പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു 100 പേരെ, 100 കുട്ടികളെ സെലക്ട് ചെയ്ത് പ്രത്യേകിച്ച് വളർത്തി, ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കാതെ ഒരു പ്രത്യേകത ഈ മറ്റേ ടി.ഡി. രാമകൃഷ്ണൻ്റെ ആൽഫ എന്ന് പറയുന്ന നോവലിൽ പറയുന്ന പോലെ എവിടെയെങ്കിലും ഐസൊലേറ്റ് ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ പക്ഷേ പുതിയ കാലത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അവർ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വേറൊരു ദൈവം ഉണ്ടാവും, ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ കാലം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ അറിവ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഭാവനയെയൊക്കെ ഈ ടെക്നോളജികളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആഖ്യാനത്തെയും സ്വാധീനിക്കും. ഈ പഴയ കാലത്തെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഈ ആഖ്യാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പണ്ട് 2000 വർഷം മുമ്പ് എഴുതപ്പെടുന്നതാണ് മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ആഖ്യാന രീതി അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു ആഖ്യാന രീതി നമുക്കിപ്പോഴും പ്രയാസമാണ്. പറഞ്ഞു കേട്ടൊരു കഥ അല്ലേ, ഒരു ഫ്ലാഷ് ബാക്കായിട്ട് പറയുന്ന ഒരു കഥാരീതി. ഇപ്പോൾ ഉഗ്രസ്രവസ് കേട്ട കഥ പറയുകയാണ്. ഉഗ്രസ്രവസ് കേട്ടത് വൈശമ്പായനൻ പറയുന്നതാണ് കേട്ടത്. വൈശമ്പായനന് പറഞ്ഞു കൊടുത്തത് വ്യാസനാണ്. വ്യാസൻ പറഞ്ഞു കൊടുത്ത് വൈശമ്പായനൻ പറഞ്ഞത് ഉഗ്രസ്രവസ് വേറൊരാളോട് പറയുന്ന രീതിയിലാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെയൊക്കെ ഫ്ലാഷ് ബാക്കായിട്ട്. അതിൽ തന്നെ ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കഥ പറയുന്നതെന്ന് വെച്ചാൽ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥ തുടങ്ങുന്നത് 10ാമത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധത്തിൻ്റെ കഥ തുടങ്ങുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ക്രാഫ്റ്റിൻ്റെ രീതിയിൽ, ആഖ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രാഫ്റ്റാണല്ലോ. ഈ ക്രാഫ്റ്റിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പരീക്ഷണങ്ങൾ നടന്ന ഒരു സംഗതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെയൊന്നും നമ്മൾ ഇപ്പോഴും തകർക്കാൻ നമുക്ക് കഴിയുന്നില്ല. മലയാളത്തിൽ ക്രാഫ്റ്റിൽ കാര്യമായിട്ടുള്ള പുതുക്കലുകളൊക്കെ നടത്തിയിട്ടുള്ള എഴുത്തുകാരൻ എനിക്ക് തോന്നിയിട്ടുള്ളത് എം മുകുന്ദനാണ്. അദ്ദേഹം ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഇന്നും എന്തുകൊണ്ട് എം മുകുന്ദൻ വായിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റീഡബിലിറ്റി മാത്രമല്ല, പുതിയ കാലത്ത് ഉള്ളത് അദ്ദേഹം എഴുതിയിട്ടില്ലാത്ത ക്രാഫ്റ്റുകൾ വിരളമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നോവലിനുള്ളിൽ വേറൊരു നോവൽ, ആ രീതിയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ നൃത്തം എന്ന് പറയുന്ന നോവൽ, അത് 2000-ലാണ് പുറത്തിറങ്ങുന്നത്. നൃത്തം എന്ന് പറയുന്ന നോവൽ എഴുതപ്പെടുന്നത് ഇമെയിലിൻ്റെ രൂപത്തിലാണ്. 2 പേര് തമ്മിലുള്ള ഇമെയിൽ സന്ദേശത്തിൻ്റെ രീതിയിലാണ് അതിൻ്റെ ക്രാഫ്റ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നുവെച്ചാൽ 2000-ലാണ്. 2000-ൽ നമ്മുടെ കേരളത്തിൽ ഇമെയിലൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇൻ്റർനെറ്റും ഇമെയിലും ഒക്കെ വന്നു തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിനെ സ്വാംശീകരിച്ച് അതിനെ ഒരു നോവൽ രൂപത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവാസം എന്നുള്ള നോവൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു നോവലിസ്റ്റ് ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറൊരു മുകുന്ദൻ വന്ന് അതിനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള, പക്ഷെ പറയുന്ന കഥ ഏത് കാലത്തും പ്രസക്തമാവുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അത് അപ്പോൾ ഇനി എന്തെങ്കിലും കൂടെയൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നു എന്ന് തോന്നുന്നു, കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അടുത്ത സെറ്റിൽ പറയാം. എവർക്കും നമസ്കാരം. ഈ ഊഴം മാറിക്കിട്ടുമ്പോഴൊരു ഗുണം എന്താ വെച്ചെങ്കിൽ, നേരത്തെ പറയാൻ വെച്ചതൊക്കെ ഓൾറെഡി ഉള്ളവർ പറഞ്ഞു പോയി കാണും, പിന്നെ നമുക്കൊന്നും കാര്യമായിട്ട് പറയേണ്ടായിരിക്കില്ല. അതാണൊരു പ്രശ്നം. മാത്രമല്ല, ഈ ആഖ്യാനത്തിൻ്റെ അക്കാദമികമായ തലങ്ങളും എഴുത്ത് തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു പോയി കഴിഞ്ഞു. വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയാം. എന്നെ സംബന്ധിച്ച് ആഖ്യാനം എന്ന് പറയുന്നത് പ്രമേയവും ഘടനയും ഒരുപോലെ സന്നിവേശിക്കപ്പെടുന്ന ഒന്നാണ്. ഇത് രണ്ടും രൂപീകരിക്കപ്പെടുന്നത് വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദർശനം, ഒരു രാഷ്ട്രീയം, ഇത് രണ്ടും കൂടിക്കലരുമ്പോഴാണ്. ഇത് രണ്ടും കൂടിക്കലർന്ന് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിൽ പല കാലഘട്ടങ്ങളിലും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കുമാരനാശാനെ വായിക്കുമ്പോൾ കണ്ണേ മടങ്ങുക എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം, ഒരു ദർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു വലിക്കും, ആശു മണ്ണാകും, ഈ നല്ലൊരു വിസ്മൃതി കൊണ്ടത് ഇപ്പോൾ പറയുന്നു. ഈ അടുത്ത് ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് സിനിമ ഉണ്ടായിരുന്നില്ല, ജയഹേ എന്നാണ് പേരുണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കണ്ട കണ്ണുകളെ കാണാൻ ഇവിടെ ഒരു കുന്തവുമില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കിത് രണ്ടും വായിക്കുമ്പോഴും ഒരേ ദർശനമാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പുതിയ തലത്തിൽ ആഖ്യാനം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദർശനം, ഒരു രാഷ്ട്രീയം, ഇത് ചേർന്നിട്ടാണ് ഒരു പ്രമേയം ഉണ്ടാക്കുന്നത്. ഈ പ്രമേയത്തിൽ നിന്നാണ് ഏത് രീതിയിലാണ് ആഖ്യാനം സംഭവിക്കേണ്ടതെന്ന് ഒരു എഴുത്തുകാരൻ ഇതിൽ ആലോചിക്കുന്നത്.
അതിൽ 3 കാര്യങ്ങളാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, വളർന്നു വന്ന സാഹചര്യം, പാരമ്പര്യം എന്ന് പറയുന്നത് ആ ഫ്യൂഡൽ പാരമ്പര്യമല്ല, ജനിച്ചുള്ള സാഹചര്യം, നാട്, ചുറ്റുപാടുകൾ, ബന്ധുക്കൾ, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള പാരമ്പര്യം. 2, ആർജിച്ച അറിവുകൾ. ഇതുവരെ വ്യക്തി എന്ന രീതിയിൽ, സമൂഹജീവി എന്ന രീതിയിൽ ആർജിച്ച അറിവുകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആഖ്യാനം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. 3, പെട്ടെന്നുണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട്, നമ്മളെ ഒരു ആഘാതം പോലെ വന്നു ഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് എഴുത്തുകാരെന്ന രീതിയിൽ ആഖ്യാനത്തിൽ ഒരു പിടുത്തം കിട്ടാറുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഞാൻ കുറച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ പേരുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പേര് കൗതുകമുള്ള പേരാണ് ദേവദാസ് എന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ നാട്ടിലാകെ ഒരു ദേവദാസമുള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 മനോജിനെ കാണാം, 3 സുഭാഷിനെ കാണാം. അപ്പോൾ ഈ പേര് ഒരു കൗതുകമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എന്ത് വന്നാലും സ്കൂളിൽ രാജേഷന്മാരുണ്ടോ മനോജന്മാരുണ്ടോ, ഇവരൊന്നും പിടിക്കപ്പെടില്ല. ദേവദാസ് എന്നുള്ള ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാട്ടിലോ ആ സ്കൂളിലോ ഞാൻ തന്നെ പിടിക്കപ്പെടും, വേറെ ഒരാൾക്ക് രക്ഷയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പേരിനെ കുറിച്ചുള്ളൊരു കൗതുകം പറഞ്ഞുതരാം. എൻ്റെ പേരിനെ എങ്ങനെയാണ് ഞാൻ ആഖ്യാനമായിട്ട് മാറ്റുക എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഒന്ന്, എനിക്ക് ഈ പേരിട്ട എൻ്റെ മുത്തച്ഛനായിരുന്നു. അപ്പോൾ ഈ നാട്ടിലൊന്നും അങ്ങനെ പേര് അന്ന് ഒരു 45 വർഷം മുമ്പ് അത്ര പ്രചാരത്തിലുള്ള പേരൊന്നല്ല ദേവദാസ് എന്ന് പറയുന്നത്. കാരണം പുള്ളി കുറച്ച് കാലം നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. പുള്ളി കുറച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അസ്കിതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുറൂർ നമ്പൂരിപ്പാട്ടിൻ്റെ ശിഷ്യനൊക്കെ ആയിരുന്നു ER കൃഷ്ണൻ്റെ. പുള്ളി അങ്ങനെ കുറച്ച് കാലം ഇവിടുന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് പുള്ളിക്ക് കുറച്ച് നോർത്ത് ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ബംഗാളി പേരോ അല്ലെങ്കിൽ ബംഗാളി സാഹിത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷനുള്ള ഒരു പേര് കിട്ടിയിട്ടായിരിക്കണം മുത്തശ്ശൻ എനിക്ക് പേരിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. ഇത് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മുത്തശ്ശനായിട്ടുള്ള ബന്ധം, എൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ ഒറ്റ പേരുകാരനായ ഞാൻ അനുഭവിച്ചിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതെൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ, ഇത് ഞാനെന്ന വ്യക്തിക്ക് മാത്രമേ ആവിഷ്കരിക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാവർക്കും പറയുന്ന ഒരു കഥയുണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ ആഖ്യാനം, അവനവൻ്റെ വെളിപാടുകൾ എന്ന് പറയുന്നത്. 2, ആർജിച്ചെടുക്കുന്ന അറിവുകളാണ്. ഞാൻ എൻ്റെ പേരിങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് പലപ്പോഴും, പേരായിട്ട് ബന്ധപ്പെട്ട കൗതുകങ്ങൾ. അതിൽ ഏറ്റവും കൗതുകമായിട്ട് വന്നത് ഒരു ഇന്തോ ആര്യൻ രാജാവിൻ്റെ പേരാണ് ദിവദോസ എന്ന് പറഞ്ഞിട്ട്. ദിവദോസ കേട്ടിട്ടുണ്ടായിരിക്കും. ദേവദാസ എന്നല്ലെങ്കിൽ ദിവദോസ എന്നാണ് എഴുതുക. ഇന്തോ ആര്യൻ രാജാവാണ് അയാൾ. ഇന്ദ്രൻ്റെ രഥം ജയിച്ചിട്ട് ശമ്പരൻ എന്ന് പറയുന്ന അസുരനെ കൊല്ലുന്ന ഇന്തോ ആര്യൻ രാജാവായിരുന്നു ദിവദോസൻ. അപ്പം അത്രയും പഴക്കമുണ്ട് ഈ പേരിന്. ഇന്തോ ആര്യൻ കാലഘട്ടത്തിലുള്ള പേരാണ്. അത് പലപ്പോഴും മറിഞ്ഞിട്ടായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കുക. ഇയാൾ കാശിയിലെ രാജാവായിരുന്നു. സുമിത്രയുടെ മുത്തച്ഛനായിരുന്നു പറയുന്നത്. അത് 2 രീതിയിലാണ്. ഒന്ന്, ചരിത്രപരമായി അല്ലെങ്കിൽ സാംസ്കാരികപരമായി വേദകാലഘട്ടത്തിൽ ഇയാൾ ചിത്രീകരിക്കുമ്പോൾ ഇയാൾ ഒരിക്കലും പുരാണത്തിൻ്റെ ഭാഗമല്ല. ഇയാൾ യോദ്ധാവാണ്, ഇന്ദ്രൻ്റെ അനുയായിയാണ്, അസുരന്മാരെ നിഗ്രഹിക്കുന്ന ആളാണ്, ശൈവവിശ്വാസി അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ ഭരിക്കുന്ന സമയത്ത് കാശിയിൽ നിന്ന് ശിവൻ അവിടെ വിട്ട് ഹിമാലയത്തിലേക്ക് പോയി ഇയാൾ ഭരണകാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരണേന്ന് പറഞ്ഞു. ഇങ്ങനെ എൻ്റെ പേരിനൊരു കൗതുകമുണ്ട്. ഇത് ഞാൻ ആർജിച്ചെടുത്ത അറിവാണ്. ഇത് ആർക്കും കിട്ടാൻ പറ്റും. പക്ഷേ എൻ്റെ കൗതുകത്തിൽ ഞാൻ ആർജിച്ചെടുക്കുന്ന എൻ്റെ പേരുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഇനി മൂന്നാമത്തെ പറഞ്ഞല്ലോ, ഒരു ആഘാതം പോലെ, ഒരു അനുഭവം പോലെ നമുക്ക് വീണ് കിട്ടുന്ന ചിലതുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പെരുമ്പാവൂർ ഒരു 8 വർഷം മുമ്പ് ഒരു അവാർഡ് ദാന ചടങ്ങിന് പോയി. അപ്പോൾ അവിടെ ചടങ്ങിൽ ഇപ്പോൾ ഈ പെരുമ്പാവൂർ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അറിയാമായിരിക്കും. അവിടെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതാവായിട്ടുള്ള ഒരു അബ്ദുല്ല എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിക്ക് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് പുള്ളിക്ക് ഒരു 70-75-80 വയസ്സുണ്ട്. ജരാന്തര ബാധിച്ച ഒരു വയോവൃദ്ധ രൂപമാണ്. അപ്പോൾ ഇത് പ്രോഗ്രാം നടക്കുന്നത് 1ാം നിലയുടെ മുകളിലാണ്. അപ്പോൾ പുള്ളിക്ക് സ്റ്റെപ്പൊക്കെ കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാളിങ്ങനെ ആയാസപ്പെട്ട് പറയുമ്പോൾ എനിക്ക് പുള്ളീനെ അറിയില്ല, പുള്ളിക്ക് എന്നെ അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാനറൊക്കെ വെച്ച കാരണം ചിലപ്പോൾ പുള്ളിക്ക് എന്നെ പരിചയം തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആയാസപ്പെട്ട് വരാൻ നല്ല കൈ പിടിച്ച് കയറ്റി. അപ്പോൾ പുള്ളി പറഞ്ഞു, ദേവദാസ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ 1-2 കഥകളൊക്കെ നിങ്ങളുടെ വായിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇവിടെ വരാൻ കാരണം നമ്മൾ ഒരേ പേരുകാരാണല്ലോ എന്ന് പറഞ്ഞു. ഇനി ഇയാൾ തെറ്റിദ്ധരിച്ചു. സോറി, അപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അപ്പോഴല്ലേ പേര് പറഞ്ഞത്. ഞാൻ നിങ്ങളെ വായിക്കാറുണ്ട്, നിങ്ങൾ കാണണമെന്ന് ചോദിച്ചിട്ടാണ് വന്നത്, നമ്മൾ ഒരേ പേര് കാണുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അബ്ദുള്ള എന്നുള്ള പേര് പുനത്തിൽ കുഞ്ഞബ്ദുൽ ആരുടെ വേറെ ആരുടെ പേരും എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു, അതെ ദേവദാസ് എന്നല്ലേ പേര്, നമ്മൾ ഒരേ പേര് കാണാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ പെട്ടിരിക്കാന്ന് എൻ്റെ കിളി പോയി എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞു, പെട്ടിക്കണ്ട, അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം, അതുകൊണ്ട് അബ്ദുല്ല എന്ന് വെച്ചാൽ ദേവദാസനാണ്, ഞാനും നിങ്ങളും ദേവദാസനാണ്. അപ്പോൾ ആ ഒരു സന്ദർഭം എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. എൻ്റെ പേരിന് മറ്റൊരു തലം കണ്ടെത്താണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റെപ്പ് പിടിച്ച് കയറി പുള്ളി കിതയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കുന്നു വേണ്ട, അത് പണ്ടേ ഉള്ളൊരു വാക്കാണ്, അലാഹ എന്നുള്ള വാക്കുന്നുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ സാറ ടീച്ചർ അലാഹാനെ കുറിച്ച് ഓർക്കുകയാണ്. അപ്പോൾ നോക്കൂ, എൻ്റെ പേര് ഇതൊരു അനുഭവമാണ്. ഇതെനിക്ക് ഒരിക്കലും ആർജിതമായ അറിവുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രമേയം
പോകുന്നത് ഇങ്ങനെ പലതരത്തിലാണ്. ആർജിതമായ അറിവുകൾ, വ്യക്തിപരമായ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നത്, ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കിട്ടുന്ന ചില അനുഭവങ്ങൾ. ഇത് മൂന്നും എങ്ങനെ ഒരു ദർശനത്തിലേക്ക്, എങ്ങനെ ഒരു പ്രമേയത്തിലേക്ക്, എങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്ന് കരുതുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ആഖ്യാനം മാറപ്പെടുന്നത്. നേരത്തെ മഹാഭാരതത്തെക്കുറിച്ചും ഇത് സൂചിപ്പിച്ചു. ഞാനത് പറയാൻ ഒരു കാരണം എന്ന് വെച്ചെങ്കിൽ, നമ്മൾ പലപ്പോഴും ഈ സിദ്ധാന്തവൽക്കരിക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ, ഇപ്പോൾ മെറ്റാഫിക്ഷൻ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ റിക്കഷൻ എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്. എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തിലും അല്ലെങ്കിൽ ബൃഹത് കഥയിലും വിക്രമാദിത്യ കഥകളിൽ നിന്നും അത്തരം ഒരു ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗിൽ നിന്ന് വിഭിന്നമായിട്ടൊരു ആഖ്യാനശൈലിയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും തോന്നിയിട്ടില്ല. കാരണം വിക്രമാദിത്യൻ ഭട്ടിയോട് കഥ പറയുന്നു, വിക്രമാദിത്യൻ വേതാളത്തിനോട് കഥ പറയുന്നു, വേതാളം പറയുന്ന കഥകളെ പേശാമടന്തയുണ്ട്, പേശാമടന്ത പറയുന്ന കഥയിൽ ഉത്തരീയമുണ്ട്, ഉത്തരീയം പറയുന്ന കഥയിൽ മൃഗമുണ്ട്, മൃഗം പറയുന്ന കഥയിൽ വീണ്ടും രാജാവുണ്ട്. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ചുരുളി അല്ലെങ്കിൽ റിക്കഷൻ എന്ന് പറയുന്ന രീതിയിൽ കഥ പറയുന്ന ഒരു ഇന്ത്യൻ മാജിക്ക് വായിച്ചതിന് ശേഷം, അതിന് ഇത് വായിച്ചുകൊണ്ടുള്ള പ്രശ്നം എന്താണെങ്കിൽ, ഇപ്പം എൻ്റെ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ഒക്കെ ഈ പുതിയ കാലത്തെ പുസ്തകങ്ങൾ, ഈവൻ ഹാരി പോട്ടർ പോലുള്ള പുസ്തകങ്ങൾ, ഫാൻറ്റസി പുസ്തകങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത് നമ്മൾക്ക് ഏൽക്കുന്നില്ല. കാരണം നമ്മൾ ഈ ചുരുടി സംഭവങ്ങൾ നേരത്തെ വായിച്ചു വെച്ചിട്ടുണ്ട്. അതായത് കഥ മുന്നോട്ട് പോകാൻ കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന വ്യാസനെ കണ്ടിട്ടാണ് നമ്മൾ ആഖ്യാനം പഠിച്ചിട്ടുള്ളത്, മെറ്റാഫിക്ഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ടൊരു സാധനം കൊണ്ടുവരാൻ പറ്റുമോ വെച്ചാൽ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്, ചില ആഖ്യാനപരമായ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. എൻ്റെ ആദ്യ നോവലോടെ ഞാൻ അത്തരം ഹൈപ്പർ ലിങ്കും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട്. പിന്നെ പറയട്ടെ, ഇത് ചിലപ്പോൾ ഇടിപിടിയിൽ നിന്ന് മാറാനും ചാൻസ് ഉണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം കൂടി അറിയാം, വ്യക്തിപരമായ ഒരു ഉദാഹരണം കൂടി ഉള്ളതുകൊണ്ട് പറയുന്നത്. ഞാനൊരു നോവൽ എഴുതാൻ തുടങ്ങി, കൊച്ചി ബേസ്ഡ് ഗാങ്സ്റ്റേഴ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇത് വായിച്ച് ഞാൻ എഴുതി ഒരു മുക്കാൽ ഭാഗമായതിനു ശേഷം ഞാനിത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിയുണ്ട്, പുള്ളിക്ക് വായിക്കാനും സംസാരിക്കാണ്ട് ഞാൻ കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ അംബാസഡർ ബാറിൽ ഇരുന്നതിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ കഥ പറഞ്ഞതിന് ശേഷം ചോദിച്ചു, ഈ കവിയോട് ചോദിച്ചു. എന്നാൽ കവി പറഞ്ഞു, ഇത് ഭയങ്കര രസമുണ്ട്, ഇതിൻ്റെ പ്രശ്നം എന്താണെങ്കിൽ ഞാൻ ഇതേ വിഷയത്തിൽ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ നോവൽ ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ കവി പിന്നീട് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ ഞാൻ മനോജേട്ടൻ വിളിക്കുന്ന മനോജ് കുറുവർ, ആ നോവലങ്ങ് ഉപേക്ഷിച്ചിട്ടാണ് സംഘകാല ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചില അനുഭവങ്ങളും ആഖ്യാനത്തിൽ സംഭവിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, അല്ലേ? എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ അക്കാദമി സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാനും നിങ്ങളെ കാണാനും സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഇവരിൽ രണ്ടുപേര് തൃശ്ശൂർക്കാരാണ്, ഒരാൾ കോട്ടയംകാരനാണ്, ഒരാൾ തിരുവനന്തപുരംകാരനാണ്. ഇവർ രണ്ടുപേരുടെയും കഥകളിലും നോവലുകളിലും തൃശ്ശൂർ കടന്നു വന്നിട്ടുണ്ട്. ദേവൻ്റെ ലാസ്റ്റ് നോവൽ അശു തൃശ്ശൂർ കൊണ്ടുള്ള കളിയാണ്, ഏറും കളിയാണ്. മനോജേട്ടൻ പിന്നെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജനിച്ചുകൊണ്ട് സംഘകാലങ്ങളാണ് ഏട്ടൻ്റെ നോവലിൽ കടന്നു വരുന്നത്. മനോജിൻ്റെ തിരുവനന്തപുരം ജീവിതവും ആഖ്യാനവുമാണ്, ശൈലിയുമൊക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പം എൻ്റെ കൃതികളിവിടെ വായിച്ച 5-6 പേരുണ്ടാവും. എൻ്റെ കഥകളിലും നോവലുകളിലും എൻ്റെ വീട് കാസർഗോഡാണ്. കാസർഗോഡിലെ ജീവിതങ്ങളാണ് ഈ നോവലിലും കഥകളിലും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന 2 കഥകളുണ്ട്. ചളിയാണ്, ചിരിക്കാൻ തോന്നണമെന്നില്ല. അത് വെച്ചാൽ എൻ്റെ നാട് അശോകനൊക്കെ വന്ന നാടാണ്, മടിക്കയാണ്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉള്ളൊരു നാടാണ്. പക്ഷേ ഭയങ്കര ദാരിദ്ര്യമുള്ള, അന്നും ഇപ്പോഴും ദാരിദ്ര്യമുണ്ട്. പക്ഷെ അവിടുന്ന് നാട്ടുകാർ രക്ഷപ്പെടാൻ കാരണം ഗൾഫിലേക്ക് പോയിട്ടാണ് ആ നാട് കുറച്ചൊക്കെ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ ഗൾഫിൽ പോകുന്ന ആൾക്കാർ ഉള്ളൊരു പ്രശ്നം, അവിടെ അവർ പിന്നെ കൂടെ താമസിക്കുന്ന ഒരു കൊല്ലംകാർ, തിരുവനന്തപുരംകാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇവർ വരുമ്പോൾ ഇവരുടെ കാസർഗോഡ് ഭാഷയെല്ലാം മാറിയിട്ടുണ്ടാവും. എവിടെ, അവിടെ, എന്തുവാടെ തുടങ്ങിയ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് രാമേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വന്നു. രാമേട്ടൻ വന്നിട്ട് ഈ രാമേട്ടൻ അമ്മയോട് പറഞ്ഞു, എന്തുണ്ട് അമ്മയെ വിശേഷങ്ങൾ? അപ്പോൾ അമ്മ ഈ എപ്പോഴാ നീ വന്നിനി, ഏടാ നീ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഏടാ തുടങ്ങിയ കാസർഗോഡ് ഭാഷകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അമ്മയോട് പിന്നെ രാമേട്ടൻ പറഞ്ഞു, അമ്മയെ നിങ്ങൾ പരിഷ്കാരമുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അമ്മയൊന്നും കേൾക്കുന്നില്ല. ഇനിയാണ് എൻ്റെ കഥയുടെ ഒരു സംഭവം. ഇയാൾ വൈകുന്നേരം ഈ ചാരുകസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ മുറ്റത്തെ സൗന്ദര്യമൊക്കെ നോക്കി, വയലുകളുടെ സൗന്ദര്യമൊക്കെ നോക്കുമ്പോൾ ഈ തൈത്തടത്തിൽ ഒരു പൂവൻ കോഴിയും അദ്ദേഹത്തിൻ്റെ കാമുകിമാരും കൂടിയിട്ട് വട്ടം വട്ടം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഏതാ അമ്മ ഈ പക്ഷികളെന്ന്. അപ്പോൾ തെയ്യത്തിന് നേർന്ന ഈ പൂവൻകോഴി അസ്തിത്വ പ്രതിസന്ധി വന്ന് ഇയാളെ ദൈന്യതയോടെ നോക്കുകയും ഈ അമ്മിണി കെട്ടി അന്ന് ഇയാളെ പറയാത്ത ചീത്തകളില്ല. പിറ്റേ ദിവസം തന്നെ പുള്ളി പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഗൾഫിലേക്ക് പോയി എന്നാണ് കഥ.
ഇത് എന്നെ ആഖ്യാനം എങ്ങനെ ആയിരിക്കണം എന്ന് എന്നെ പഠിപ്പിച്ച ഒരു നല്ല കഥയാണ്. അതേപോലെ പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഒരാൾ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഷാർജയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇപ്പുറത്തെ ഒരാൾ, ഒരു ഭയങ്കര പരിഷ്കാരിയായിട്ടുള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടുകാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ആരോടായാലും മിണ്ടിയും പറഞ്ഞിരിക്കണം. അപ്പോൾ ഇയാളോട് അറിയാവുന്ന ഭാഷയിൽ വേറെ അറിയൂ എന്ന് ചോദിച്ചു. അപ്പോൾ മറ്റാൾ പറയും ഐ ആം ഫ്രം ഇന്ത്യൻ. ഓ, ഇന്ത്യ മേ കഹാ ഹേ എന്ന് ചോദിച്ചു. കേരൾ. അപ്പോൾ ഇയാൾ വളരെ പരിഷ്കാരത്തോടെ കേരളത്തിലെവിടെയാണ്? അപ്പോൾ അയാൾ പറഞ്ഞു കാസർഗോഡ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ചോദിക്കും കാസർഗോഡ് ഏട്രാ നീന്ന്. അത് ഭാഷയുടെ ഒരു നമ്മുടെ സമയത്ത്. അപ്പോൾ അത് നമ്മൾ ആഖ്യാനിക്കുന്നത്, ഞാൻ കാസർഗോഡ് ആയതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള ഭാഷകൾ, അത്തരത്തിലുള്ള കഥാപരിസരങ്ങൾ, അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, വികാരങ്ങളൊക്കെ ആ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ. ഇപ്പോൾ തൃശ്ശൂരത്തെ ജീവിതം അശുവിലൂടെയും മറ്റ് കഥകളിലൂടെയും ദേവൻ പറയുന്ന പോലെ, ചാവുകളിയിൽ പിന്നെ ഇവിടെ സന്തോഷേട്ടൻ പറയുന്ന പോലെ, അങ്ങനെ അത് നമ്മൾ നിൽക്കുന്ന ദേശത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലൊന്ന് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നേരത്തെ കുമാരനാശാൻ്റെ ഒരു സംഭവം പറഞ്ഞ സമയത്ത് ഞാൻ മരണവംശം എന്ന നോവലിൽ പിന്നെ ഈ കുമാരനാശാൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതയുണ്ട്. ഞാൻ എപ്പോഴും പാടുന്നൊരു കവിതയാണ്. കരുതുവ അധിക ചെയ്യ വയ്യ, വരുതി ലഭിച്ചിടാ നിന്നിടാ വിചാരം, പരമഹിതവും അറിഞ്ഞുകൂടാ ആയുസ്സും അസ്ഥിരം. ഇത് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്നതാണ്. ഒരു സംഭവം നടക്കൂല, എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് നടക്കൂല. ജീവിതം കുട്ടിച്ചോറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ വരികൾ, വളരെ മനോഹരമായ വരികളാണ്, ആ വരികൾ വായിച്ച് സ്വയം നിർവൃതിയിടാറുണ്ട്. ഈ സംഭവം ഞാൻ എൻ്റെ നോവലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് മോശമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതായത് ഈ എൻ്റെ നോവലിലൊരു കഥാപാത്രം നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഈ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്തിട്ടാകുമ്പോൾ എല്ലാവരും, ഇയാളൊരു പാവം മനുഷ്യനായിരുന്നു, എല്ലാവരും സങ്കടത്തോടു കൂടി ഇയാളുടെ വീട്ടിലേക്ക് പാഞ്ഞു കയറുന്നു. വീട്ടിലേക്ക് പാഞ്ഞു കയറുന്ന സമയത്ത് ഇയാൾ, അന്ന് ഈ ബെഞ്ചും മേശയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, ഇയാൾ നിലത്ത് ചിമ്മണിക്കൂടിൻ്റെ ഈ ചിമ്മണിക്കൂടിൻ്റെ താഴെ ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഉത്കണ്ഠയോടും ആകാംക്ഷയോടും കൂടി ഇയാൾ എന്താണ് കത്തിൽ എഴുതി വെച്ചതെന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കുന്നു. അത് വായിച്ച ആൾ അപ്പോൾ തന്നെ അറിയാതെ ചിരിച്ചു പോകും. ആ കത്തും കൊണ്ട് അയാൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് വായിക്കുന്നവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുക. അയാൾ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്നത്, ഈ ലോകം വെറും മയിരാണ്, ഈ ലോകത്ത് ഒരു മയിരും നടക്കില്ല. ആ കഥ അത് ഞാൻ അവസാനിക്കുന്നത് വെച്ചാൽ, ഈ വരി പിന്നീട് എർക്കാനയിലെ ജനങ്ങൾ പിന്നെ നിസ്സഹായരാകുമ്പോൾ, തോറ്റുപോകുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ ഒക്കെ എർക്കാനയിലെ ജനങ്ങൾ ഈ വരികൾ ആവർത്തിക്കും. ഈ ലോകം ഒരു മയിരാണ്, ഈ ലോകത്ത് ഒരു മയിരും നടക്കില്ല. ഇത് എനിക്ക് തോന്നുന്നു കുമാരനാശൻ്റെ ആ കവിത, അത് ഗംഭീര കവിത, പക്ഷെ കൊളോക്കിയലായിട്ട് ആലോചിക്കുമ്പോൾ ഇതങ്ങനെയല്ലേന്ന് തോന്നും. ഇതാണ് ഈ കൊളോക്കിയലായിട്ടുള്ള കഥാസന്ദർഭങ്ങൾ നമ്മൾ കഥയിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ലോക്കലൈസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഒരു വഴി. അപ്പോൾ ഇതാണ് ഇനി രവി സാർ പറയും. ഇവരിങ്ങനെ കടുത്ത ചർച്ച നടത്തുമ്പോഴും എൻ്റെ നോട്ടം ഫോണിലാണ്. ഇനിയും 40 മിനിറ്റാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ സദസ്സിനൊരു 15 മിനിറ്റെങ്കിലും കൊടുക്കണ്ടേ, 10 മിനിറ്റെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ അതൊന്ന് കരുതിക്കോണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഇതിനകം തന്നെ വന്നിരിക്കുന്ന ഒരു അഭിപ്രായം പലരിൽ നിന്ന് വന്നിരിക്കുന്നത്, ഈ ഒരേ സമയത്ത് തന്നെ 2 കാര്യങ്ങൾ ഉണ്ടല്ലോ, അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ എന്നുള്ളത്. അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു പൊതുസമ്മതമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. പക്ഷേ വളരെ ഗൗരവപൂർവ്വം എല്ലാവരും എത്തിച്ചേരുന്ന ഒരു പോയിൻ്റുണ്ട്. അത് ആഖ്യാനത്തിന് എന്ത് മാറ്റമുണ്ടായാലും, അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രമേയം എന്തായാലും അത് ജീവിതത്തോട്, കാലത്തോട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളത് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇവിടെ പരാമർശിച്ച പല കഥകളുടെ കാര്യത്തിലായാലും, നോവലുകളുടെ കാര്യത്തിലായാലും, എഴുത്തുകാരുടെ കാര്യത്തിലായാലും ഒക്കെ അതുണ്ട്. ഇപ്പോൾ മനോജ് പറഞ്ഞു സേതുവിൻ്റെ ദൂത് എന്ന കഥയെക്കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ അത് 40 കൊല്ലം മുമ്പ് എഴുതിയ കഥയാണ്. 1986 അന്ന് കഥയൊക്കെ വളരെ ദുർബലമാണെന്ന് അതിന് 2 വർഷത്തിന് ശേഷം ടി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാരൂർ സ്മാരക പ്രസംഗത്തിൽ പറയുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷമാണ്. ആ വർഷമാണ് മലയാളത്തിലെ ക്ലാസിക്കുകൾ എന്ന് പറയാവുന്ന ചില കഥകളുണ്ടായത്. ഒന്ന് കടൽ തീരത്ത്, മറ്റൊന്ന് ദൂത്, അതുപോലെയുള്ള പല കഥകളും ഉണ്ടായ വർഷങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ 40 വർഷം മുമ്പുള്ള ഒരു കഥയുടെ സങ്കേതത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ
വേറൊരു കഥയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സാന്ദർഭികമായിട്ട് ഓർത്ത് പോയതാണ്. മൊബൈൽ സംഭാഷണത്തെക്കുറിച്ച്. ടെലിഫോണിൻ്റെ മൗത്ത് പീസിൽ കൂടെ പറയുന്ന കാര്യം മാത്രം ഒരു കഥയാക്കി അവതരിപ്പിച്ച കഥ 50 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ ഏറ്റവും കത്തി നിന്നിരുന്ന നാളുകളിൽ വളരെ രാഷ്ട്രീയ ഊന്നലുകളുള്ള ഒരു കഥ. വസ്തുതയിൽ ഈ മൗത്ത് പീസിൽ കൂടി അങ്ങോട്ട് പറയുന്നതേ കഥയിൽ വരുന്നുള്ളൂ, മറുഭാഗത്ത് എന്ത് പറയുന്നു എന്നുള്ളത് കഥയിൽ വരുന്നില്ല. അതാണ് ആ കഥയിലെ വിടവ് വായനക്കാരൻ പൂരിപ്പിക്കേണ്ടത്. അതിലാണ് ആ പൂരിപ്പിക്കപ്പെടേണ്ട വിടവുകളിലാണ് അന്നത്തെ അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത്. വേറെ ആരുമല്ല, പട്ടത്തിളപ്പ് കരുണാകരൻ്റെ പ്രസിദ്ധമായ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന കഥയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സവിശേഷത ടെക്നോളജിയുടെ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ സംഗീതത്തിൻ്റെ സാധ്യതയുണ്ട്. ഇത് ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നോവലുകളിലും കഥകളിലും ഒക്കെ ഇതുണ്ട്. ഇപ്പോൾ തീവണ്ടി കയറി പോവുകയാണ്, കേരളത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് മാധവൻ. പ്രവാസം വന്നു കഴിഞ്ഞു, തീവണ്ടി വന്നു കഴിഞ്ഞു, കമ്പിത്തപാൽ വന്നു കഴിഞ്ഞു. അക്കാലത്തെ എല്ലാ സാങ്കേതിക വിദ്യയും വരികയാണ്. അതുപോലെ ഏഡൻ നഗരത്തിൽ നിന്ന് ബോംബെയിലേക്ക് കമ്പിയില്ലാ കമ്പിക്ക് വേണ്ടി കമ്പി ഇടുന്നതാണ് അന്നത്തെ ദ്വാരക എന്ന് പറയുന്ന കഥയുടെ ഒരു ചരിത്ര പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടം മുതൽ ഇങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ എഴുതുന്ന ആ വ്യക്തി ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ നിന്ന് താൻ അറിഞ്ഞോ അറിയാതെയോ ആർജിച്ച പലതും അതിൽ വന്നു പോകും. നമ്മളിപ്പോൾ വളരെ ബോധപൂർവം തന്നെ ഇപ്പോൾ മനോജ് ഒരു 800 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ നോവൽ എഴുതുന്നു. വളരെ സൂക്ഷ്മമായ വിശകലനം നടത്തിയിട്ടുണ്ടാവും മനോജ് എഴുതിയതിന് ശേഷമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആനുകാലികമായ ഒരു സൂചനയും അതിൽ വരാതിരിക്കണം എന്നുള്ള കാര്യത്തിൽ. എങ്കിലും വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് പരിശോധിക്കാവുന്നതാണ് 2020കളിൽ എഴുതിയ നോവലിൽ ആ കാലഘട്ടത്തെ ട്രാപ്പിലാക്കുന്ന എന്തെങ്കിലും ആനക്രോണിസം വന്നിട്ടുണ്ടോ എന്ന്. സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചിട്ടുണ്ടാവില്ല, അത്ര ശ്രദ്ധിച്ചായിരിക്കും എഴുതുക. പക്ഷേ ഇതൊരു സത്യമാണ്. കാരണം കാലത്തിൻ്റെ മുദ്ര എന്തായാലും അതിലുണ്ടാകും, അക്കാര്യത്തിലൊരു സംശയമില്ല. അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം ആഗസ്റ്റ് 21-ന് ഇന്നലെ അതൊരു ന്യൂസായിട്ട് വായിച്ചാണ്. അതായത് ജപ്പാനിലൊരു നോവൽ ഇറങ്ങുകയാണ്. നോവലിൻ്റെ പേര് സിംപതി ടവർ എന്നാണ്. അത് അവിടുത്തെ അക്കുതഗാവ പ്രൈസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പുരസ്കാരം നേടിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. അക്കുതഗാവ പ്രൈസ് മുരകാമിക്ക് കിട്ടാത്തതിനെ പറ്റിയൊരു അതിൽ വിഷമം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രത്യേകത, ആ പ്രൈസ് കിട്ടിയതിന് ശേഷം ഒരു ചർച്ച വരുന്നത് 5% ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. 5%. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈസ് കൊടുത്ത് പുനഃപരിശോധിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള, ഇപ്പോൾ നമ്മുടെ കാലത്ത് ഇപ്പോൾ ടെക്നോളജിയെ പറ്റി ഇപ്പോൾ മനോജ് പറയണ്ടേ. അപ്പോൾ ഈ 30 വർഷം ഒരുപക്ഷെ നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം സാങ്കേതികമായിട്ടുള്ള വിപ്ലവം നടന്നിട്ടുള്ള ഒരു 30 വർഷമാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം പിടിച്ചു നിൽക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെ കുഴക്കുന്നൊരു കാര്യമാണ്. ഇനി അടുത്ത രീതിയിലുള്ള കഥ ആരെഴുതും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറെ രീതിയിൽ ഒരു വലിയ വെല്ലുവിളി നമുക്ക് ഉയർത്താനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത്. അതിൻ്റെ ആഖ്യാനതന്ത്രങ്ങളൊക്കെ അതിൽ വരാനുള്ള സാധ്യതയും കൂടി നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തോന്നി പഴയ എഴുത്തുകാർ അവരുടെ ചെറുപ്പകാലത്തുണ്ടാക്കിയ വലിയ വിപ്ലവകരമായിട്ടുള്ള ആഖ്യാനങ്ങൾ കുറേ കഴിയുമ്പോൾ അവർ ബാലേന്ദ്ര ചുള്ളിക്കാർ എന്നോളമായാൽ അടങ്ങുന്നു പറഞ്ഞ പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ഉപേക്ഷിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ബഷീർ ശബ്ദങ്ങൾ എഴുതിയ പോലെ ഒരു രചന പിൽക്കാലത്ത് ആഖ്യാനത്തിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് എഴുതുന്നില്ല. അത് ഇപ്പോൾ മറ്റേ പലതരത്തിലുള്ള 50കളിലും 60കളിലൊക്കെ വരുന്ന എഴുത്ത്, ഇപ്പോൾ മുകുന്ദൻ പോലും പിൽക്കാലത്ത് വളരെ നറേഷനിലൊക്കെ വളരെ ലീനിയറായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് ഒരു രചന ഗ്രന്ഥാലോകത്തിൽ യോസയുടെ രചനയെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ കൺവെർസേഷൻ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രചനയെന്ന് അവർ തന്നെ പറയുന്ന, വളരെ എൻ്റെ പ്രായമുണ്ട് ആ രചനയ്ക്ക്. ആ രചന അന്ന് എഴുതുന്ന യോസയല്ല, പിൽക്കാലത്ത് അദ്ദേഹം അങ്ങനത്തെ ഒരു രചന എഴുതിയിട്ടേ ഇല്ല. അദ്ദേഹം എഴുതുന്നത് വളരെ സ്ട്രൈറ്റായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു കാലം കഴിയുമ്പോൾ, ആ ഒരു ചെറുപ്പത്തിലൊരു തിളപ്പ് കഴിയുമ്പോൾ യഥാർത്ഥ പ്രമേയത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ആഖ്യാനത്തിലുള്ള പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും വേണം. അത് ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ, അത് ഞാൻ വീണ്ടും ഒന്നൊന്ന് സ്വാഭാവികമായിട്ട് എത്ര വരുമ്പോൾ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ ഒരു പരീക്ഷ നിലയ്ക്കാവും, ചില സ്ഥലത്ത് ഗിമ്മിക്കായിട്ട് മാറും എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. പലരും അതിൽ ഈ ആഖ്യാനത്തിൽ വലിയ സൂക്ഷ്മ പരീക്ഷണം നടത്തി
സ്വയം അവസാനിച്ചു പോകുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഇത്രയും പ്രതിഭാശാലികളായിട്ടുള്ള എഴുത്തുകാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഇതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല, അതിങ്ങനെ ദീർഘമായിട്ടൊരു ചർച്ചയിലേക്ക് പോകുന്നു. വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, ആർക്കെങ്കിലും കൈമാറാം എന്നുള്ളത്. രവികുമാർ സാർ പറഞ്ഞൊരു സംഗതി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കാലത്തിരുന്നിട്ട് നമ്മൾ പല കാലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിന് ഇണങ്ങാത്ത ചില സംഗതികൾ ഇതിൽ വരാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും അത് ശരിയാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ തന്നെ, നറേഷൻ്റെ ഭാഷ എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ടിൽ പോയി നിന്നിട്ടൊരു സംഗതി എഴുതാൻ സാധ്യമാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ എന്താ പറയണ്ടേ, മനസ്സിലെടുത്തുകൊണ്ട് തന്നെയാണ്, അതായത് ഈ കാലത്ത് എഴുതുന്നത്, പല കാലങ്ങളെക്കുറിച്ച് ഇക്കാലത്ത് എഴുതുന്നത് എന്ന ഒരു ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഞാനതാ പറയുക, ഈ ആഖ്യാനത്തിൻ്റെയൊക്കെ ഒരു പ്രസക്തി അതാണ്, നറേഷൻ്റെ ഒരു വലിയ പ്രസക്തി അതാണെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പുതിയ ക്രിയേറ്റീവായിട്ടുള്ള സംഗതികൾ കൂടുതൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നത് രൂപങ്ങളിലാണ്. നമുക്ക് ഇന്ന് ഇപ്പോൾ ഞാനൊരു വാദ്യ കലാകാരനും കൂടിയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു സംഗതിയായിട്ട് ചേർത്ത് വെച്ച് പറയാൻ തോന്നുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ഫോം എടുത്താലും അതിൽ ഈ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന, സ്ഥിരമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്, വേരിയബിൾസ് ഉണ്ട്, ചരങ്ങൾ എന്ന് പറയാവുന്ന സംഗതികളുണ്ട്, പക്ഷേ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ചില സംഗതികളുണ്ട്. ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും, പിന്നെ അത് എക്സ്പോസിഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു, പിന്നീട് റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് തീരുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ നമ്മൾ സൊനാറ്റ, ഇപ്പോൾ വെസ്റ്റേൺ സൊനാറ്റ എന്ന് പറഞ്ഞ ഫോം എടുത്താൽ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പോസിഷൻ എന്ന് പറഞ്ഞൊരു തീം പ്രസൻറ്റ് ചെയ്യുകയാണ്, പിന്നെ ഡെവലപ്മെൻറ്റാണ്, അതിൻ്റെ ഒരു വികാസമാണ്. ആ വികാസത്തിന് വെച്ചാൽ റീക്യാപിറ്റുലേഷൻ എന്നുള്ള രീതിയിൽ അത് ഒന്ന് സംഗ്രഹിക്കുന്ന പോലത്തെ ഒരു സംഗതി ഉണ്ടാവും. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ലെങ്കിലും ചെയ്യുന്ന വർക്കുകളിൽ ഇതിന് ശേഷം നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ ഉണ്ടാവും തോന്നും. ഇപ്പോൾ ഇത് തന്നെയാണ് വാസ്തവത്തിൽ തായമ്പകയുടെ സ്ട്രക്ചർ. ആദ്യം ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും, പിന്നീട് ഒരു എക്സ്പോസിഷൻ എന്ന് പറയുന്ന സംഗതി, എണ്ണങ്ങൾ എന്ന് പറയുന്ന സംഗതി, അതിനുശേഷം അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഏറ്റിച്ചുരുക്കൽ എന്ന് പറയുന്ന തരത്തിൽ, പിന്നെ ഒരു കലാശം പോലൊരു സംഗതി. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ കലാരൂപങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു ചില കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇതുപോലെ നറേഷനിലും അത്തരത്തിലുള്ള ചില സംഗതികളുണ്ട്. ഇത് ഏതൊക്കെ തരത്തിൽ മാറ്റി മാറ്റി വെച്ച് ഇതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യം എഴുതണ്ട. അതായത് ഇപ്പോൾ 12ാം നൂറ്റാണ്ട് മനോജ് എഴുതണം, അവരിപ്പോൾ ഇന്ദുഗോപൻ 16ാം നൂറ്റാണ്ട് അല്ലേ, ആനോ വരുന്നത് 16ാം നൂറ്റാണ്ടിലുള്ള അല്ലേ, അല്ല അതായത് പോർച്ചുഗീസ് സമയമാണ്. അപ്പോൾ ഈ ഇന്ദുഗോപൻ്റെ ആനോ എന്നുള്ള നോവലിൽ എന്നെ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ മറ്റേ ചരിത്ര പുരുഷന്മാരൊക്കെ, ഇപ്പോൾ മൈക്കൽ ആഞ്ചലോ ആയാലും മറ്റേ മാർട്ടിൻ ലൂതർ ആയാലും, ഇവരൊക്കെ ഏതാണ്ട് കേരളത്തിലിപ്പോൾ ഒരു സ്ലാങ്ങിൽ സംസാരിക്കുന്നത് പോലെ തോന്നാം. ഇപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ തൃശ്ശൂർ സ്ലാങ്ങിൽ സംസാരിക്കുന്നത് പോലെ ഇടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ശ്രദ്ധ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ഒരു പഴയ കാലയളവിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്തായിരിക്കും? ഇപ്പോൾ സേതുവിൻ്റെ ആലിയ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, അതിലുള്ള ഭാഷ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അതിനെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയില്ല അന്ന് എങ്ങനെ ഏത് രീതിയിലാണ് മലയാളം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സേഫായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊന്ന് മാനക മലയാളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും കൃത്രിമമായിട്ട് ഈ ഒ വി ജയൻ്റെ ചവിട്ടുവണ്ടി എന്നുള്ള കഥയിൽ 1850കളാണ് വരുന്നത്. 1850 ബാസൽ മിഷണറിമാർ വന്നിട്ട് ഈ പറഞ്ഞ ചവിട്ടുവണ്ടി സൈക്കിളാണ്, സൈക്കിൾ ചവിട്ടുന്നതിനെ പറ്റി അവർ പഠിച്ചെടുത്ത മലയാളത്തിൽ പറയുകയാണ്, പ്രിയതമേ സായാഹ്നമായിരിക്കുന്നു, നമുക്ക് ചവിട്ടിവണ്ടിയിൽ കയറി ഓടിച്ചോടിച്ച് പോകാം എന്ന് വളരെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാലക്കാടിൽ ജനങ്ങൾ ഇവൻ ആരാണ്ടാന്നൊക്കെ ചോദിക്കുന്നത്, ആ രീതിയിലുള്ള ഒരു സ്ലാങ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ 10-18 നൂറ്റാണ്ട് അല്ല 10 നൂറ്റാണ്ട് മുമ്പ് മനോജ് ഇത് എഴുതുമ്പോൾ ആ ഭാഷയുടെ ഒരു പ്രശ്നം എന്തായാലും വന്നിട്ടുണ്ടാവില്ലേ? എങ്ങനെ തോന്നുന്നില്ല ആഖ്യാനത്തിലെ ഈ സംസാര രീതികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. സന്തോഷം, ചോദിച്ചത് വളരെ സന്തോഷം. ഞാൻ ശ്രമിച്ച കാര്യം പറയാം. അതായത് ഒരിക്കലും ഇത് ആ ഒരു കാലത്ത് നിന്നിട്ട്, ഇപ്പോൾ ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് പേഴ്സണിൽ നിന്നൊരാൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ആ കാലഘട്ടത്തിലെ ഭാഷയിൽ പോയി നിന്ന് എഴുതാനേ പറ്റില്ല. അത് നമുക്ക് പക്ഷേ അത് തോന്നിക്കാൻ പാകത്തിന്, അതായത് ഒരു കൺസ്ട്രക്ഷനാണ്. ആർട്ട് എന്ന് പറയുന്ന സംഗതി എപ്പോഴും കൺസ്ട്രക്ഷനാണ്. അതുതന്നെയാണ് ആഖ്യാനം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് തോന്നുന്നത്. ഏത് പ്രമേയമാണെങ്കിൽ തന്നെ അത്തരത്തിലൊരു നിർമ്മിതി കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു ശില്പം ഉണ്ടാക്കുന്നത് പോലെ ഒരു നിർമ്മിതി കൂടിയാണ്. അപ്പോൾ ഒരു തരത്തിൽ ആ ഒരു സംഘകാലഘട്ടത്തിൻ്റെ ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ആദ്യത്തെ നോവലിൽ നറേഷനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറേയേറെ അക്ഷരങ്ങൾ, അതായത് സംസ്കൃതത്തിൽ നിന്ന് ദ്രാവിഡ ഭാഷകളിലേക്ക് വന്നിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും ഒഴിവാക്കി
പല ആൾക്കാരും ചോദിച്ചു എന്തിനാ ഏതൊക്കെയോ അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില ചർച്ചകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ഈ എന്ന് പറയുന്ന ഒരു ലെറ്റർ ഒഴിവാക്കിയിട്ട് കൗതുകത്തിന് എഴുതിയ നോവൽ പോലെയല്ല, അതിനല്ല, പകരം ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അനുഭവം വെച്ചാൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഖ ഗ ഖ ഛ ജ ഛ ഠ ഡ ഠ ഥ ദ ഥ ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊന്നുമില്ല. ക ങ ച ഞ ട ണ ത ന പ മ യ ര ല വ ള ഴ റ ഇത്ര അക്ഷരങ്ങൾ മാത്രമേ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഒരു കൃത്രിമമായിട്ട് വിദഗ്ധമായിട്ട് ചെയ്തെടുത്തൊരു സംഗതി എന്നുള്ളതിനെ അതിനായിട്ടല്ല ശ്രമം. പകരം ആ ഒരു കാലത്തിൻ്റെ ഈ സംഘകാലത്തെ ഭാഷയിൽ ഇത്ര അക്ഷരങ്ങളില്ല. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ ഭാഷയോട് എവിടെയൊക്കെയോ അല്ലെങ്കിൽ ആ ഒരു കാലത്തെ ലൈഫാണെന്ന് എവിടെയൊക്കെയോ തോന്നിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു തോന്നൽ വായിക്കുന്ന ഒരാൾക്കുണ്ടാകുക എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇത് സംഘകാലത്ത് ഒരിക്കലും നമുക്ക് പോയെന്ന് എഴുതാൻ പറ്റില്ല. സംഘകാലത്തോട് ആ രീതിയിൽ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായും സംഘകാല കൃതികൾ തന്നെയാണ് എടുത്ത് വായിക്കേണ്ടത്. നമ്മൾ ഈ കാലത്ത് ആ കാലത്തെക്കുറിച്ച് കാണുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ കാലത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുന്ന ചില സംഗതികൾ അത് തന്നെയാണ് വാസ്തവത്തിലുണ്ടാകും. പിന്നെ രണ്ടാമത്തെ നോവൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ 8-ാം നൂറ്റാണ്ടിൽ, ഞാനത് ആദ്യം പറഞ്ഞത്, 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും ആ കാലഘട്ടത്തിലെ ഭാഷയിലുണ്ടായിട്ടുള്ള വ്യവഹാര രൂപങ്ങൾ എടുത്തു നോക്കുകയും പിന്നെ ഈ ആദിവാസികളുടെ സംസാര രീതികൾ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ നോക്കിയിട്ട് ഏകദേശം മലയാളത്തിൻ്റെ ഒരു പഴക്കം ആ ഒരു കാലത്ത് എങ്ങനെയായിരിക്കാം എന്ന് ഒരു കുറച്ചുകൂടി കാര്യമായിട്ടുള്ളൊരു അന്വേഷണം വാസ്തവത്തിൽ ആ നോവൽ എഴുതുന്ന സമയത്ത് ഉണ്ട്. ഓരോ കഥാപാത്രവും സംസാരിക്കുന്ന ഓരോ രീതിയിലാണ്. 8-ാം നൂറ്റാണ്ടിൽ തന്നെ സംസാരിക്കുന്ന ആളുകൾ അവരുടെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഇത് അങ്ങനെ അതും വാസ്തവത്തിൽ നിർമ്മിതി തന്നെയാണ്. നമുക്കറിയാം അക്കാലത്തെ സംസാര ഭാഷ എന്താണെന്നൊന്നും അറിയാൻ ഇന്ന് യാതൊരു മാർഗവുമില്ല. അത് എഴുത്തിൽ തന്നെ, ഞാനതാ പറഞ്ഞത്, പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ അവസ്ഥ തന്നെ ആഖ്യാനം ചെയ്യാൻ തീർച്ചയായിട്ടും അത് പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അത് പറ്റുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എല്ലാ എഴുത്തിനും ഉണ്ടെന്ന് തോന്നുന്നു. ഒരാളുടെ മനസ്സ് വേറൊരാൾ അറിയുന്ന ആ കോംപ്ലിക്കേഷൻ പോലും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഖസാക്കിലെ രവി ഒരു എന്താ പറയണ്ടേ, കൂമൻകാവിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ സ്ഥലം അപരിചിതമായി തോന്നിയില്ല. ഇതെങ്ങനെയാണ് ഈ നറേറ്റർ അറിഞ്ഞത്? ഇതയാളാരാണ്, ദൈവമോ അല്ലേ? അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. ഈ ദൈവത്തെ പോലൊരു നറേറ്റർ ഉണ്ടല്ലോ, ഈ തേർഡ് പേഴ്സൺ നറേറ്റർ എന്ന് പറയുന്ന ദൈവത്തെ പോലൊരു നറേറ്ററാണല്ലോ. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരാൾ. ഫസ്റ്റ് പേഴ്സൺ ആകുമ്പോൾ നേരെ തിരിച്ചാണ്. അയാളുടെ അനുഭവ ലോകത്തിൽ വരുന്ന സംഗതികൾ മാത്രമേ അയാൾ അറിയുന്നുള്ളൂ. ഇങ്ങനെ ആഖ്യാനത്തിൻ്റെ ഓരോ അടരും പരിശോധിച്ചാൽ അതിനകത്തൊക്കെ ഒരു കൺസ്ട്രക്ഷൻ്റെ എലമെൻ്റ്, ഒരു നിർമ്മിതിയുടെ എലമെൻറ്റ് കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ഈ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളാണ് വാസ്തവത്തിൽ ഇതിനെ ഏത് കാലത്തും ഏത് ലോകത്തും ഉണ്ടാകുന്ന കൃതികളെ ആകർഷകമാക്കുന്നത്. ഒറ്റ വാചകം കൂടെ പറഞ്ഞിട്ട് ഞാനിത് നിർത്താം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സംഗതി, അത് വരുമ്പോഴേക്കും ഈ ഇപ്പോൾ നമുക്ക് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്, ഇപ്പോൾ സന്തോഷ് നേരത്തെ പറഞ്ഞ പ്രശ്നം, 5% ഒരു നോവൽ 5% എഴുതുന്നത് AI ആണ് എന്ന് വരുന്നൊരവസ്ഥയുണ്ടല്ലോ. ആ ഒരവസ്ഥയെ തീർച്ചയായിട്ടും നമുക്ക് എഴുത്തിലെപ്പോഴും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പരിഗണിക്കേണ്ടതുണ്ട്. അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും അഡ്രസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രീ അഷ്ടമൂർത്തി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് അതുകൊണ്ട് പറയാനൊരു മടി. ഏതായാലും ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ AI-യുടെ ഒരു സാന്നിധ്യം. അപ്പോൾ അത് വരുമ്പോഴേക്കും വാസ്തവത്തിൽ ഇതിനൊരു ബദലായിട്ട് എനിക്ക് തോന്നുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിക്ക് വളരെ വലിയ പ്രാധാന്യം വരുന്നൊരു കാലമാണിത്. മെഷീൻസിന് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ മെഷീൻസ് മനുഷ്യനെ സഹായിക്കാൻ മാത്രമുള്ളൊരു സംഗതിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി തന്നെയാണ് വാസ്തവത്തിൽ ഈ പ്രകൃതിയിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി. ഹേഗലിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പ്രകൃതി അതിൻ്റെ സ്വന്തം യുക്തിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയും. പ്രകൃതി അതിൻ്റെ സ്വന്തം യുക്തിയിലാണ്, പ്രകൃതിക്കാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ളത്. ഇത് തന്നെ മനുഷ്യർക്കുമുണ്ട്. അത് ഈ പറഞ്ഞ കഥ, കവിത, നോവൽ പോലെയുള്ളതൊക്കെ തന്നെ അത്തരത്തിലുള്ള ചില ക്രിയേഷൻസാണ്. ഇത് അനുകരിക്കുകയും കൂട്ടിക്കലർത്തുകയും ഒക്കെ മാത്രമേ വാസ്തവത്തിൽ കിട്ടിയ ഡേറ്റ കൂട്ടിക്കലർത്താൻ മാത്രമേ മെഷീൻസിന് പറ്റുള്ളൂ. പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എഴുത്തുകാർക്ക് തന്നെയാണ്. എഴുത്തുകാരെ സഹായിക്കാനായിട്ട് മാത്രമായിരിക്കണം ഈ ഇത്തരത്തിലുള്ള യന്ത്ര സൗകര്യങ്ങൾ ഉണ്ടാവുക. ഒറ്റ കാര്യം കൂടി പറയുകയാണ്. അടുത്തിടയ്ക്ക് തന്നെ WGA എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഉള്ള WGA എന്ന് പറയുന്ന റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സംഘടന ഒരു വലിയ സമരം നടത്തുകയുണ്ടായി ഈ ഹോളിവുഡ് സ്റ്റുഡിയോകൾക്കെതിരെ. ആ സമരം ഏകദേശം 4-5 മാസത്തോളം നീണ്ടു നിന്നു. അതായത് ഇവരുടെ കണ്ടൻറ്റ് അവരുടെ അനുമതി ഇല്ലാതെ ഈ പറഞ്ഞ ജനറേറ്റീവ് AI ഉപയോഗിച്ചിട്ട് അത് ചെയ്തെടുക്കുകയും അത് തന്നെ ഉപയോഗിക്കുക. അതായത് ശരിക്കും ശുദ്ധ പ്ലാജറിസമാണ്. നമ്മളിപ്പോൾ ഒരു ഗവേഷണ പ്രബന്ധത്തിലാണെങ്കിൽ ഒരിക്കലും വരാൻ സമ്മതിക്കില്ലാത്ത ഒരു കാര്യമാണ് ഈ AI ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെയും റെഫറൻസുകളില്ല. കിട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത് ലഭ്യമായ എല്ലാ അറിവുകളും അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.
ഇതുമായിട്ടൊരു മത്സരം തന്നെയാണ് തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ വരാനിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ക്രിയേറ്റീവ് മൈൻഡിന് അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിങ്സിനാണ് വാസ്തവത്തിൽ അതിനൊരു ബദൽ നിർമ്മിക്കാൻ പറ്റുകയെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. AI പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയാൻ മനസ്സിൽ കരുതിയ ഒരു കാര്യമാണ് മനോജ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. ഈ ഹോളിവുഡിൽ നടന്ന സമരം, അത് ആദ്യം തുടങ്ങിയത് അവിടുത്തെ റൈറ്റേഴ്സാണ്, അവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് ആ സമരം തുടങ്ങിയത്. കുറച്ച് മാസങ്ങൾ നീണ്ടു നിന്ന ആ സമരത്തിന് അവസാനം അതിൽ ആക്ടേഴ്സും കൂടെ ചേർന്നു. കാരണം എഴുത്തുകാരെ മാത്രമല്ല, ആക്ടേഴ്സിനെയും റീപ്ലേസ് ചെയ്യാൻ AI-ക്ക് ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ അത് ചെയ്തത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ കഴിഞ്ഞ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ്. മരിച്ചുപോയ നെടുമുടി വേണുവിനെയും വിവേകിനെയും ഒക്കെ AI വെച്ച് റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടു. 1980കളിലെ മമ്മൂട്ടിയെ റീക്രിയേറ്റ് ചെയ്തത് നമ്മൾ മലയാള സിനിമയിൽ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയിൽ കണ്ടു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലും, നമ്മുടെ ഇൻ്റലിജൻസിന് ചിന്തിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലും വളരെ വലുതാണ്. മനോജേട്ടൻ പറഞ്ഞ പോലെ അത്ര ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് സാഹിത്യകാരന്മാർ അങ്ങനെ ഇരിക്കണ്ട എന്നുള്ളതാണ്. ഇരിക്കില്ല. കാരണം നമ്മൾ പലപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ അത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഡാറ്റ വെച്ചിട്ടാണ്. ഇപ്പം ബഷീറിൻ്റെ പോലത്തെ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈസിയാണ്. ബഷീറിൻ്റെ സകല കൃതികളും കൊടുത്തു കഴിഞ്ഞിട്ട് അതേ ഭാഷയിൽ മറ്റൊരു പുതിയൊരു കഥ എഴുതിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയായിട്ട് പറ്റും. ഗൂഗിൾ ജെമിനിയൊക്കെ കൈകാര്യം ചെയ്യുന്ന മലയാളം എന്ന് പറയുന്നത് എൻ്റെ മലയാളത്തെക്കാളും വളരെ ഫൈനായിട്ടുള്ള മലയാളമാണ്. ഗൂഗിളിൽ ജെമിനിയിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ബാക്കി AI ഒന്നും അത്ര പോരാ. എന്നാലും കാരണം ഭാഷയാണ് നമ്മുടെ ടൂള് എങ്കിൽ ആ ഭാഷയെ റീപ്ലേസ് ചെയ്യും. നിങ്ങൾ എത്ര ലോക്കൽ ഏരിയയിലേക്ക് ഇറങ്ങി, ഇപ്പം പല പണ്ടത്തെക്കാലം ഇപ്പോൾ വളരെ നമ്മുടെ മലയാള സാഹിത്യകാരന്മാർ കുറച്ചുകൂടെ അവരവരുടെ നാട്ടുഭാഷയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഉള്ള കൃതി. ഇപ്പം ഷാജികുമാർ പറഞ്ഞ പോലെ കാസർഗോഡ് ഭാഷ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ പല എഴുത്തുകാരും അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിലനിൽക്കും എന്നുള്ള ഒരു സ്യൂഡോ ഒരു ഇതിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഭാഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. കാരണം ഇത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന AI ടൂളുകളെല്ലാം തന്നെ ലാംഗ്വേജ് മോഡൽസാണ്. അത് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന വളരെ നല്ല രീതിയിലാണ്. പക്ഷേ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനെ മറികടക്കും. പിന്നെ ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റി, നമ്മൾ പലപ്പോഴും പറയുന്നത് മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ളൊരു വൈകാരികത ഇതിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ലല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ അതിനെയും ഭാവിയിൽ AI നമ്മളെ അങ്ങ് പിടിച്ചടക്കി കളയുമെന്നോ അങ്ങ് തോൽപ്പിച്ച് കളയുമെന്നുള്ളതൊന്നുമല്ല, അത്രയും ഭയക്കേണ്ട സാധനമല്ല. പക്ഷേ തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യപ്പെടും എന്ന ധാരണ നമുക്ക് വേണം. നമ്മൾ അപ്പോൾ AI ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു 200 വർഷം മുമ്പ് കറണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, കറണ്ട് ഇല്ല, അന്ന് നമ്മൾ ജീവിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ 10 വർഷം കഴിഞ്ഞാൽ AI ഇല്ലാതെ നമ്മൾ ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോകാനുള്ള സാധ്യതയാണ്. ആ രീതിയിലാണ് കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. സാഹിത്യത്തിലാണെങ്കിലും ഇപ്പോൾ ഈ ടെക്നോളജികൾ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ ഈ ആഖ്യാനത്തിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസ് ആണല്ലോ. പുതിയ കാലത്ത് ഈ പറഞ്ഞ ടെക്നോളജികൾ നമ്മളെ ക്രാഫ്റ്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, കാലഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാധീനിക്കുന്നു. നേരത്തെ ഓർബിറ്റലിനെ പറ്റി പറഞ്ഞു. ഓർബിറ്റൽ എന്ന് പറയുന്ന സാമന്ത ഹാർവേയുടെ ബുക്കർ പ്രൈസ് കിട്ടിയ നോവലിനെ പറ്റി സൂചിപ്പിച്ചു. അത് ഒരു സയൻസ് ഫിക്ഷനാണ്, ഒരേ സമയം അത് വളരെ ചെറിയ നോവലാണ്, 136 പേജുള്ള ചെറിയൊരു നോവലാണ്. ഒരേ സമയം അത് സയൻസ് ഫിക്ഷനും ഫിലോസഫിക്കലും ഒക്കെ കൂടി ആവുമ്പോഴാണ് അതൊരു മികച്ച സാഹിത്യ സൃഷ്ടിയായിട്ട് മാറുന്നത്. പിന്നെ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ഈ ക്രാഫ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിക്കൽ ടൂളാണ് പവർ പോയിൻറ്റ്. ഈ പവർ പോയിൻ്റ് വെച്ചിട്ട് ഒരു നോവൽ ഇപ്പോൾ 2010 തോന്നുന്നത് അമേരിക്കൻ റൈറ്ററായ ജെന്നിഫർ ഇഗാൻ എന്ന് പറയുന്ന അവരുടെ ഒരു നോവലുണ്ട്, എ വിസിറ്റ് ഫ്രം ദ ഗൂൺസ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ ഒരു അധ്യായം പവർ പോയിൻ്റ് സ്ലൈഡുകളുടെ രൂപത്തിലാണ് എഴുതിപ്പെട്ടിരിക്കുന്നത്. 2010 ഇറങ്ങിയതാണ്. അത് അന്ന് വളരെ ക്രിറ്റിക്കലി അക്ലൈംഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന ടൂളുകൾ നമ്മുടെ ക്രാഫ്റ്റിലേക്ക്
ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ സന്തോഷേട്ടൻ പറഞ്ഞ പോലെ ഒരു പരീക്ഷണം നടത്തി അത് എൻഡ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നശിച്ചു പോകാറുണ്ട് പലതും. പക്ഷേ ഇതിനെയൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനെയൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ ആത്യന്തികമായി നമ്മൾ ചെയ്യുന്നത് കഥ പറച്ചിലാണ്. അതിലൊരു കഥയുണ്ടാവുക, ആ കഥ പുതിയ കാലത്തോട് സംവദിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രധാനം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷനിൽ ചർച്ച ചെയ്യാൻ തോന്നും. ഒറ്റ വാചകം മാത്രം കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ഒരു ജഡശരീരത്തിൻ്റെ അവയവങ്ങൾ ചലിപ്പിക്കുന്നതും ജീവനുള്ളൊരു ശരീരം ചലിക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഇതിനുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് അത് തന്നെയാണ് ഈ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് എന്നുള്ള വാക്ക് തന്നെ പ്രശ്നമാണ്. ഒരു ജഡരൂപം അല്ലത്, ജീവനുള്ളൊരു സംഗതിയാണ്, ജീവനുള്ളൊരു ശരീരമാണ്. അത്രയ്ക്കുള്ളൊരു കാര്യം മാത്രമാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കേരള സാഹിത്യ അക്കാദമിയുടെ അന്തർദേശീയ സാഹിത്യോത്സവത്തിലും അതാണ് ഒരു പ്രധാന കഥാപാത്രം. നമ്മുടെ ഷേക്സ്പിയർ മുതൽ മാർക്കേസ്, പിന്നെ അതുപോലെ ബഷീർ, MD, പിന്നെ അതുപോലെ നമ്മുടെ രാജലക്ഷ്മി. പക്ഷേ ഈ വനിതകളായ എഴുത്തുകാരികൾ അവരെല്ലാം കൂടുതൽ സുന്ദരികളായിരിക്കുന്നു എന്നൊരു വസ്തുത കൂടിയാണ്. ഞാനത് മറ്റൊന്നും കൊണ്ട് പറയല്ല. ഇപ്പോൾ അതൊന്നും നോക്കിയാൽ ഇപ്പോൾ ലളിതാംബി അന്തർജനമായാലും രാജലക്ഷ്മി ആയാലും അവരെല്ലാം കുറച്ചുകൂടി, നമ്മൾ ഫോട്ടോയിൽ ആരെയും നേരിട്ട്, അന്തർജനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ വളരെ മനോഹരമായിട്ട് ആകർഷകമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതിന് ആ ടീമിനെ ഒന്ന് അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇവിടെ ഇരിക്കുന്നതിൽ ഞങ്ങൾ രണ്ടുപേര് സാങ്കേതികതയായിട്ട് ബന്ധപ്പെട്ടവരാണ്, ഞങ്ങൾ രണ്ടുപേരും IT കാരാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഇതിന് തീർച്ചയായിട്ടും തുടർച്ചയുണ്ടായിരിക്കും. ഇത് വളരും, ഇത് നമ്മളെ പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഒരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. മൗലികമായ ആശയം എന്നൊരു സാധനം ഉണ്ടല്ലോ, മൗലികത ഇതിന് പിടികിട്ടില്ല. ഇതിന് ട്രെയിൻ ചെയ്തെടുക്കാനും പറ്റുന്നുള്ളൂ. ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യാം, അതാ പറഞ്ഞത്. ഇപ്പോൾ കുമാരൻ ഒരു പൂ കണ്ടിട്ട് ഹാ പുഷ്പമേ തുടങ്ങിയിട്ട് അവനി വാവു കിനാവ് കഷ്ടം തുടങ്ങുക, ഹാ മുതൽ കഷ്ടം വരെയുള്ള 2 വ്യാക്ഷേപങ്ങൾക്കിടയിൽ ഒരു കാവ്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു മൗലികതയുണ്ടല്ലോ, അത് അത്ര പെട്ടെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിന് വൈകാരികത ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മനോജ് ഒരു ഡോക്ടറാണ്, അറിയാലോ, മെഡിക്കൽ പ്രാക്ടീഷണറാണ്. IBM, ഞാൻ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം, IBM വാട്സൺ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അതിന് ലോകത്തെ ഏറ്റവും വിദഗ്ധനായ ഓങ്കോളജിസ്റ്റിനേക്കാൾ കൂടുതൽ ക്യാൻസർ പ്രഡിക്ഷൻ നടത്താൻ പറ്റും. എതിർപ്പുണ്ടെങ്കിൽ മനോജിന് പറയാം. ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധനേക്കാൾ കൂടുതൽ പ്രഡിക്ഷൻ നിങ്ങളുടെ ഡാറ്റ വെച്ച് കൊടുത്താൽ IBM വാട്സൺ എന്ന് പറയുന്ന സിസ്റ്റം പ്രഡിക്റ്റ് ചെയ്യും. പക്ഷേ ഈ മുന്നിൽ വന്നിരിക്കുന്ന രോഗിയുടെ മാനസികാവസ്ഥ, കുടുംബ പശ്ചാത്തലം, സാമ്പത്തികം എന്നിവ നോക്കിക്കൊണ്ട് പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണോ വേണ്ടത്, അതോ കീമോ കൊടുക്കണോ, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇയാളുടെ വൈകാരികാവസ്ഥ എന്താണ്, ഇത് ഡിക്റ്റേറ്റ് ചെയ്യാൻ തൽക്കാലം ഇതിന് പറ്റുന്നില്ല. ഇവിടെയാണ് വൈദ്യശാസ്ത്രം പഠിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കാര്യത്തിലാണ് എഴുത്തുകാരും പഠിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രിയേറ്റർ എന്ന പദവി വിട്ട് കോർഡിനേറ്റർ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എഴുത്തുകാരൻ മാറും. കാരണം അതിന് കുറ്റം പറയാൻ പറ്റില്ല. ഒരു കാലത്ത് നമ്മൾ ലഭ്യമായിരുന്ന ജ്ഞാനത്തെ എങ്ങനെയാണ് ഗ്രഹിച്ചിരുന്നത്, നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് പദാവലികൾ എടുക്കുന്നു, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുക്കുന്നു, പിന്നീട് വിക്കിപീഡിയ വന്നു, ഇപ്പോൾ വെബ്സൈറ്റുകളും കാര്യങ്ങളും വന്നു. ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ മൗലികമായ ഒരാശയം എത്ര കാലം മനുഷ്യൻ്റെ തലച്ചോറിലോടുന്നുവോ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. അത് പഠിക്കും. പക്ഷെ അതിന് മറികടന്നുകൂടി അമയമയിൽ ഓട്ടം പോലെ ഒരു ചുവട് മുന്നോട്ട് കടന്ന് മനുഷ്യ മസ്തിഷ്കത്തിന് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഇതിന് വിഘ്നങ്ങളും തടസ്സങ്ങളും വരുമ്പോഴാണ് മനുഷ്യൻ്റെ തലച്ചോറ് അത് ഉപയോഗിക്കാത്ത കമ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അല്ലാത്തോടത്തോളം കാലം നമ്മളത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. 2, ഈ വീണ്ടും ആഖ്യാനത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ ആഖ്യാനം അടപടലെ തിരിഞ്ഞു പോകുന്ന ചില സാധനങ്ങളുണ്ട്. ഞാൻ കുറച്ച് വിവാദപരമായ ഒരു സാധനം പറയാം. ഈ അടുത്ത് നമ്മൾ വിനായകൻ്റെ ഒരു പോസ്റ്റ് കണ്ടല്ലോ. വിനായകൻ്റെ പോസ്റ്റ് പോലീസ് FIR വന്നപ്പോൾ കവിതയായി മാറിയതുള്ളതാണ്. ഞാനതിൻ്റെ ഗുണദോഷ കാര്യകാര വിചാരണയിലേക്ക് കിടക്കല്ല കേട്ടോ. അപ്പോൾ ഒരാൾ എഴുതിയ പോസ്റ്റ് നേരത്തെ നീ സൂചിപ്പിച്ച പോലെയാണ്, ഏത് രീതിയിൽ ആഖ്യാനം ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ പറയുമ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നിയ കാര്യമാണ്. കാരണം പോലീസ് അതിൻ്റെ ആഖ്യാനത്തെ കവിതയാക്കി കളഞ്ഞതാണ്. അപ്പോൾ ഒരു സുഹൃത്ത് എനിക്കിത് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് കവിതയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കവിതയാവാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ചെകുത്താൻ വക്കീലുകളുണ്ട്, സമർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ സമർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ സമർത്ഥിക്കാൻ വേണ്ടി എടുത്ത് വീണ്ടും മനോജേട്ടനെ ബന്ധപ്പെട്ടൊരു കാര്യമുള്ള ഞാൻ പറഞ്ഞു, ഈ സംഘകാലത്ത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നത്, സംഘകാലത്ത്
അകം പുറം 8 തൊൽകെ 18 തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാത്തൊരു സാധനമുണ്ട്, പരണി. പരണി അൺസെൻസേർഡ് വേർഷൻ, അതായത് പരണിയിൽ എന്തും പറയാമെന്നുള്ളതാണ്. അതുവരെ ഇല്ലാത്ത, നിങ്ങൾ സെൻസർ ചെയ്യപ്പെടുന്ന അകത്തിലോ പുറത്തിലോ 8 തൊൽകയിലോ പറയാൻ പറ്റാത്ത സെൻസേർഡ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും പരണിയിൽ പാടാം. ആ പരണി പാടുന്നൊരു സംഘത്തിൽ നിന്ന് പുറത്താകുന്നു. അങ്ങനെ സംഘത്തിൽ നിന്ന് പുറത്തായ ആൾക്കാർ മുജിരിപ്പട്ടണത്തിലേക്ക് വന്നിട്ട് പരണിപ്പാട്ടെന്നാണ് പിന്നീട് ഭരണിപ്പാട്ട് ഉണ്ടാവുന്നൊരു സങ്കല്പമുണ്ട്. പരണിപാടൽ എനിക്ക് തോന്നുന്നുണ്ട് തമിഴ് ഈലം LTT പുലികളുടെ ഒരു ആൽബത്തിൻ്റെ പേരിന് പരണി പാടുവോ എന്നായിരുന്നു. അതായത് വിപ്ലവത്തിൻ്റെയും ചിതറിത്തെറിക്കലിൻ്റെ ഒരു ആഖ്യാനമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് സമർത്ഥിച്ചു ഈ സാധനത്തിന്. അപ്പോൾ ഏത് രീതിയിലും ഒരു സൗന്ദര്യശാസ്ത്ര സിദ്ധാന്തം ഉണ്ടെങ്കിൽ അട്ടിമറിക്കപ്പെടാം, എന്തും ആഖ്യാനം മാറപ്പെടാം എന്നൊരു കൗതുകമുണ്ട്. ഈ തൃശ്ശൂർ ഭാഷയിൽ നിങ്ങൾ സാധാരണ ഒരു കാര്യം പറയും, തലേ കെട്ടിയ തോർത്തുകൊണ്ട് തോളിലിട്ട് ഒത്തിരിയും അരകെട്ടിയമുണ്ട്, ചുറ്റി വരിഞ്ഞെടുത്ത കോണകം വിശറി കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മുണ്ട് എന്ന് പറയും. ഈ രീതിയിലാണ് ആഖ്യാനം എന്നെ സംബന്ധിച്ചിടത്തോളം. ഏത് രീതിയിൽ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ പോലെ മൗലികമായ ഒരു ആശയവും ദാർശനികതയും രാഷ്ട്രീയവും എന്നെഴുത്തുകാരൻ കൈ മുതലായി പിടിക്കുന്നു. അത്തരം കാലത്തോളം ഈ പറഞ്ഞ വെല്ലുവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് തന്നെ എഴുത്ത് മുന്നോട്ട് പോകുന്നതാണ് തോന്നുന്നത്. ദേവൻ പറഞ്ഞ മറ്റേ വിനായകൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇന്ന് വിനോയ് തോമസിൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു മലയാള മനോഹാരികയിൽ. അത് നല്ല ലേഖനമാണ്. അതായത് വിനോയ് തോമസ് യേശുദാസിനെ കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചു. അപ്പോൾ കുട്ടികൾക്ക് യേശുദാസിനെ അറിയില്ല. പൂക്കി കുട്ടികളാണ്, പുതിയ കാലത്തെ പൂക്കി കുട്ടികൾ. പൂക്കി എന്നാണ് പറയുക, അവരെങ്ങനെയാണ് പഠിക്കുക. ആ പൂക്കി കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, നാളെ നിങ്ങൾ യേശുദാസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് എഴുതി കൊണ്ടുവരണം പറഞ്ഞു. അപ്പോൾ പെൺകുട്ടികൾ പാവം മാഷ് പറഞ്ഞാലോ അതിന് കഷ്ടപ്പെട്ട് യേശുദാസ് എങ്ങനെയാണ് ഇത്ര പാട്ടിലുണ്ട്. ആൺകുട്ടികൾ എന്ത് ചോദിച്ചാൽ വിനായകൻ്റെ കവിത എഴുതിയിട്ടാണ് വന്ന് വിനായകൻ യേശുദാസിനെ കുറിച്ചിട്ട് കവിത എഴുതുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനറേഷനെ നമ്മുടെ സാഹിത്യം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അവരെ സമയത്ത് തൊപ്പിയാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ. കാരണം അയാൾ നേരെ പോവാ. വിനോയ് തന്നെ പറയുന്നത്, വിനോയ് പറഞ്ഞു വെച്ചാൽ യേശുദാസ് ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ പറഞ്ഞിങ്ങനെ ഈ ഭയങ്കര മതമൈത്രിയൊന്നും ഈ തൊപ്പിയൊന്നും പറയില്ല. തെപ്പി ഒരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ എന്ന് വിളിച്ചാൽ നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് മുന്നിലേക്ക് നമ്മൾ എന്ത് തരത്തിലുള്ള സാഹിത്യം കൊണ്ടുവരും എന്നുള്ളൊരു പ്രശ്നം ഞാനിങ്ങനെ ആലോചിച്ചതാണ്. കാരണം അവർക്ക് ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കർ പ്രൈസ് കിട്ടിയത് അവർക്ക് ഓർബിറ്റൽ എന്ന് പറഞ്ഞ നോവലല്ല. അവരെ സംബന്ധിച്ചോളം ഒരു കാമുകന് ചുറ്റും കാമുകി ഇങ്ങനെ നിരന്തരമായിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു എന്ന് CCTV പോലെ നോക്കുന്ന ഒരു പദമാണ് ഓർബിറ്റ്. അവർക്ക് സ്റ്റോക്കിങ്, അങ്ങനെ ബെഞ്ചിങ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു കാമുകി ഒരു പ്രണയത്തിൽ ഏർപ്പെടുന്ന ഒരാൾ കാമുകി ഉണ്ടാകുമ്പോൾ അടുത്ത കാമുകിനെ ബെഞ്ചിങ്ങിൽ വെക്കും, റിസർവ്. കാരണം ഇത് പോയാൽ അടുത്തത് വേണം. അപ്പോൾ അങ്ങനെയുള്ള തലമുറയ്ക്ക് മുമ്പിലേക്ക് നമ്മൾ ഏത് തരത്തിൽ നമ്മളുടെ പുതിയ കാലത്തെ എഴുത്ത് കൊണ്ട് വെക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കമൻറ്റുകൾ വായിക്കുന്ന ഒരാളാണ്. കമൻറ്റുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, എന്ത് പ്രശ്നവും. അപ്പോൾ കമൻറ്റുകളൊക്കെ വായിച്ചിട്ട് അവരുടെയൊക്കെ ഈ എന്താ പറയുക നർമ്മവും അവരുടെയൊക്കെ കഥയുണ്ടാക്കുന്ന ഒരു പാഠമൊന്നും നമ്മളുടെ കാലത്തെ എഴുത്തുകാർക്ക് കുറച്ചും കൂടെ കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്ത് ഈ നിങ്ങളെ MP തൃശ്ശൂരിൽ MP സുരേഷ് ഗോപി ഞാൻ ബ്രാഹ്മണനാവുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാളുടെ കമൻറ്റ്, ശാസ്ത്രം മുകളിലോട്ട് മൂത്രം താഴോട്ട് നീ എങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കഥ അതേപോലെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കഥയേക്കാൾ വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാറിൽ ബീഫിൽ ഉപ്പ് പോയതിന് മറ്റേ ബാറിൻ്റെ ഉടമേനെ തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ പപ്പടം കിട്ടാത്തതിന് അടി കൂടുന്നു. ഇതിലെ കഥ നമ്മൾ കഥയിലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ റാംജി റാവ് സ്പീക്കിങ്ങിലൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് കഥയാണ്. അപ്പോൾ ഈ കഥയെ വെല്ലുന്ന ഒരു ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ പല തരം സംഭവങ്ങൾ. അപ്പോൾ കഥയെ വെല്ലുന്ന രീതിയിൽ ജീവിതം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ എന്ത് കഥയുമായിട്ട് ഇവർ മുമ്പിൽ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് കഥ പറയുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ ഈ അടുത്ത് സന്തോഷ് ചേച്ചിക്കാരത്തിൻ്റെ എന്ത് ബീറാണ് ചിൽഡ് ബീർ. ഞാൻ ചിൽഡ് ബീർ കുടിക്കാറില്ല. ആ ചിൽഡ് ബീർ എന്ന് പറഞ്ഞ കഥ നമുക്ക് വളരെ മനോഹരമായിട്ട് വായിക്കാൻ പറ്റും. ഏത് സാധാരണക്കാരനും വായിക്കാൻ പറ്റും, നല്ല കഥയാണ്. അപ്പോൾ നമ്മൾ എഴുത്തുകാർ കുറച്ചും കൂടെ നമ്മളുടെ എഴുത്തിൽ കുറച്ചും കൂടെ വായനാക്ഷമത കൊണ്ടുവരേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ChatGPTയുടെ ഒരു കാര്യം പറഞ്ഞാൽ ChatGPT ഈ അടുത്ത് ഈ AI മനോഹരനറിയാം, മനോഹരൻ ഇതിൻ്റെ എല്ലാം ഉസ്താദാണ്. AI ഒരാൾ ഈ മൊബൈൽ ഉപയോഗിച്ചിരുന്ന ഒരാളോട് പറഞ്ഞു എനിക്ക് നിൻ്റെ അവിഹിതം അറിയാം. ഈ AI പറയുകയാണ് എനിക്ക് നിൻ്റെ അവിഹിതം അറിയാം, ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു കഥയുണ്ട്. അപ്പോൾ നമ്മളെ പേഴ്സണൽ ലൈഫിലൊക്കെ ഈ സംഭവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത രീതിയിൽ. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എനിക്കൊരു ഒരു ഗ്യാങ്സ്റ്റർ ബേസ് സിനിമയുടെ തിരക്കഥ എഴുതരുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് കഥയൊന്നുമില്ല, നമുക്കങ്ങനെ കഥയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഞാൻ ഈ ChatGPTയോട് ഹലോ ChatGPT ഗീവ് മി എ സ്റ്റോറി ലൈൻ റിഗാർഡിങ് സൈക്കോ ഗ്യാങ്സ്റ്റർ മൂവി. 5 മിനിറ്റിനുള്ളിൽ കഥ വന്നു. അപ്പോൾ കഥ വന്ന് ഞാനത് വായിച്ച് നോക്കിയിട്ട് ഇത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വായിച്ചപ്പോൾ അത് ഗജനി എന്ന് പറഞ്ഞ സിനിമയുടെ കഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൗലികതയുടെ പ്രശ്നമുണ്ട്. ഗജനി എന്ന് പറഞ്ഞ സിനിമ പേരൊക്കെ മാറ്റി
അതിൽ നായകന് കുമാരന് പകരം മറ്റേ രാമസ്വാമിയാക്കി. അപ്പോൾ അത് അങ്ങനെ ഒരു മൗലികതയുടെ നീ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ ജാനകി ഉണ്ടാക്കിയ കഥകൾ തന്നെ കുട്ടികൾക്ക് കൊണ്ടൊരു പുസ്തകം എഴുതി. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോളൊരു സാധനമാണ്. അപ്പോൾ ഈ ജാനകി നമ്മളെ പിന്നെ MV ജയരാജനല്ലേ പ്രശ്നമുണ്ടായ പരിപ്പുവടയും കട്ടൻ ചായയും, ഈ സമയത്ത് ജാനകി സിരി, എൻ്റെ ഫോൺ ഐഫോണാണ്, അപ്പോൾ അതിലൊരു സിരി എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പോൾ സിരിയോട് തുറന്നിട്ട് ഹലോ സിറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിറി തിരിച്ചു പറയും. അപ്പോൾ ഇവൾ മുറിയൻ ഇംഗ്ലീഷിൽ ഓരോ കാര്യം ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ച് ഇവൾക്ക് ഒരു 11 സമയമാണ്. അതിനീടെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറഞ്ഞിട്ട് സിരിയോട് ചോദിച്ചു. അപ്പോൾ ഇറ്റ് ഈസ് ഒഫൻഡഡ്, കോപ്പിറൈറ്റഡ്, പ്രൊട്ടക്റ്റഡ്. അതായത് ജയരാജന് പുസ്തകം വന്നു, അത് കോപ്പിറൈറ്റഡ് ആണ്. അപ്പോൾ അത്ര ബുദ്ധിയുള്ള ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് ഇപ്പോൾ അടുത്ത് ഒരു ഗാനരചയിതാവ് പറഞ്ഞു, ഞാൻ എല്ലാ പാട്ടുകളും പാട്ടുകൾ എനിക്ക് കിട്ടാതിരിക്കുമ്പോൾ ഞാൻ AA സമീപിക്കാറുണ്ടെന്ന്. അപ്പോൾ ഒരു വരും കാലത്ത് നമ്മളെ പൂക്കി പുള്ളറിൽ എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, നോബൽ സമ്മാനവും AA വഴി നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സന്തോഷവും കൂടി എനിക്കുണ്ട്, അസൂയല്ല. ഒറ്റ കാര്യം കൂടി ചേർക്കാറുണ്ട്. ഈ സങ്കീർണത ഉപയോഗിക്ക് പറഞ്ഞപ്പോഴാണ് ഒരു വ്യക്തിപരമായ അനുഭവമുണ്ട്. പണ്ട് ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ പരമാര ദേശത്തിൽ കച്ചേരി ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കച്ചേരി വെക്കും. അപ്പോൾ ഓരോ ദിവസം പ്രഗത്ഭരായ ആൾക്കാർ വരും. അപ്പോൾ ഈ രാഗവിസ്താരം തന്നെ ഒരു 5 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പാട്ടിലേക്ക് വരുള്ളൂ. പിന്നെ ഒരു ദിവസം ദക്ഷിണാമൂർ സ്വാമി വന്നിട്ട് സ്വാമിയുടെ അവസാന കാലത്താണ്. സ്വാമി വന്നിട്ട് രാഗവിസ്താരമൊന്നുമില്ല, കാപ്പി പാടുന്നു, ധന്യാസി പാടുന്നു. അപ്പോൾ രാഗവിസ്താരം ഇല്ല. അപ്പോൾ നമ്മളിത് കേൾക്കാൻ വേണ്ടി വന്നിരുന്നില്ല. കാരണം സ്വാമിക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുണ്ട്. മാത്രമല്ല പുള്ളിക്ക് അത് പാടിയാൽ മതി അറിയാമെന്നുള്ളത്. അപ്പോൾ ഓസുവിൻ്റെ സിനിമകൾ, ജപ്പാനിലെ ഓസു ആദ്യകാലത്ത് സങ്കീർണമായ സിനിമയ്ക്ക് എടുത്ത വരുന്ന മനുഷ്യനായിരുന്നു, കുറുസോയെ പോലെയൊക്കെ. ഓസുവിൻ്റെ അവസാനകാല സിനിമ വളരെ ലളിതമായ കുടുംബകഥകളാണ്. എനിക്ക് തോന്നുന്നത് വളയില്ലാത്ത ചാട്ടം കുറച്ച് കഴിയുമ്പോൾ എത്തുന്നതാണ് തോന്നുന്നത്. ഒരു ചെറിയ കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഷാജി പറഞ്ഞ പോലെയുള്ള ഈ ചെറിയ കാര്യങ്ങൾ, തമാശകൾ, ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എനിക്കൊന്നും ആർട്ടിഫിഷ്യലോ അല്ലെങ്കിൽ ഈ മറ്റേ ഗൂഗിളിൻ്റെ കാലത്തല്ല. ഇതിനകത്ത് നമ്മൾ സൊറ എന്ന് പറയും, ഇംഗ്ലീഷ് പദമാണത്. സൊറ എന്ന് പറയുന്നത് എഴുതിയിട്ട് സൊറ എന്ന് പറയും. ഇതുണ്ടാവും. അതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് തോന്നുന്നത് വളരെ ഗൗരവമുള്ള ചിന്തകളും സാഹിത്യവും മുന്നോട്ട് പോകുന്നും ഒരു പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. ഇതൊക്കെ കൊള്ളാം. വിനായകനും വേടനൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വേറെ രീതിയിൽ തന്നെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. എന്നാലും അതിന് മുകളിലും ഈ കാര്യങ്ങളുടെ ഇടയിലൊക്കെ വേറെ രീതിയിലുള്ള വർക്കുകൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷ. അത് എത്രമാത്രം പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് പേടിയുണ്ട്. എന്നാലും അതുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു 7-8 മിനിറ്റ് കൂടി ഉണ്ടെന്ന് ഉണ്ട്, ഒരു 6 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ സദസ്സിനുള്ള അവസരമാണ്. വളരെ മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് പ്രസംഗം വേണ്ട, ചോദ്യം 1 മിനിറ്റ് കൊണ്ട് ചോദിക്കാവുന്ന രീതിയിൽ ചോദിക്കാം, അവർ മറുപടി പറയും. നമ്മൾ ഈ ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുമ്പായതുകൊണ്ട് 2-4 മിനിറ്റ് കൂടി പോയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഹലോ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് സന്തോഷ് കുമാർ പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങളോട് പരിപൂർണമായി യോജിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ക്രാഫ്റ്റിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം പല കൃതികളെയും പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ആരുടെയാണത്, TV കൊച്ചുവാവയുടെ ഇതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പലരും വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്തായാലും അശോകൻ തെരുവിൽ എന്തായാലും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പരാജയപ്പെടുന്നതിൽ അത് MT ആമുഖമൊക്കെ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പം അങ്ങനെ ഒരു പരാജയത്തിൻ്റെ ഒരു സാധ്യത ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി സംസാരിച്ചു. അതൊരു ഭീഷണിയായിട്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തോന്നിയിട്ടില്ല. ഇപ്പോൾ പാനൽ ചർച്ചയിൽ വേണമെങ്കിൽ ഒരു ചെയറും കൂടി ഇടേണ്ടി വരും മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്. പക്ഷേ ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്ക് നിൽക്കുന്നിടത്തോളം കാലം ഒറിജിനലായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റിങ്ങിനൊരു ഭീഷണി ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സന്തോഷ് കുമാറിൻ്റെയും ബാക്കി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആദ്യത്തെ ചോദ്യം പെരുങ്കളിയാട്ടത്തിൻ്റെ വിജയപരാജയങ്ങൾ. അത് നമുക്ക്
ഒരു സാഹിത്യ സൃഷ്ടി വിജയമാണോ പരാജയമാണോ എന്നുള്ളത് നമ്മുടെ വിഷയമാണ്, സബ്ജക്റ്റീവാണ്. അത് ഇപ്പോൾ പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെരുങ്കളിയാട്ടം മാത്രമല്ല, ഇപ്പോൾ വളരെ ആഖ്യാനപരമായിട്ട് പരീക്ഷ നടത്തിയിട്ടുള്ള ഒരാളാണ് മേതിൽ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ രചനകൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അതെനിക്ക് തോന്നുന്നു വളരെ തികച്ചും വൈയക്തികവും എന്താ പറയുക, അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം അങ്ങനെ പോസിറ്റീവോ നെഗറ്റീവോ പറയാൻ പറ്റാത്ത രീതിയിൽ അത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ബന്ധപ്പെട്ടു എന്ന്, അതാണ് അതിനെപ്പറ്റി അപ്പോൾ കൂടുതൽ പറയാനില്ല. രണ്ടാമത്തെ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം ഇവർ രണ്ടുപേരും സൂചിപ്പിച്ചത് മാത്രമല്ല, അതിനെപ്പറ്റി ഒരു വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ഇപ്പോൾ യുവൽ നോവ ഹരാരിയെ പോലെയുള്ള ഒരു ചരിത്രകാരൻ വളരെ ആശങ്കകരമായിട്ടാണ് അതിനെ എഴുതുന്നത്. ഫേക്ക് കറൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണോ അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ റെഗുലേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം, ഇപ്പോൾ വന്ന മൂന്നാമത്തെ നെക്സസ് ഉള്ള പുസ്തകത്തിലൊക്കെ വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ആൾ വളരെ ഭീഷണമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു മെഷീൻ ആദ്യം എനിക്കൊന്ന് ഗാരി കാസ്പറോവിനോടോ മറ്റേ ചെസ്സ് കളിച്ചപ്പോൾ തോറ്റുപോയി, ഡീപ് ബ്ലൂ എന്നാണ് മറ്റേത്. അതിനുശേഷം ഡീപ് ബ്ലൂ, അതിനുശേഷം ഇത് ഈ ചെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അദ്ദേഹത്തെ തോൽപ്പിച്ചു. അരമണിക്കൂർ കൊണ്ട് ചെസ്സിലെ ലോകത്തിലെ എല്ലാ നിയമങ്ങളും പഠിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൂടാന്ന് പറയും. മൗലികത എന്നുള്ള ഇപ്പോൾ മറ്റേ ദേവദാസ് പറയുന്നുണ്ട്. ദേവദാസ് ലേഖനം ഒരിക്കൽ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് മാധ്യമത്തിൽ വിശദമായിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ട്. നമുക്കൊരു പ്രതീക്ഷയോടെ നിൽക്കാം, അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് അത്രമാത്രമേ എനിക്കറിയുള്ളൂ ഇതിനെ പറ്റിയിട്ടുള്ളൊരു വിഷയത്തിൽ. ഈ ക്രാഫ്റ്റിൽ എഴുത്തും വായനയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ ഒന്ന് കുറവും ഒന്ന് മേന്മയും എന്നല്ലാതെ പറയണം കേട്ടോ. കാരണം എഴുത്തും വായനയും രണ്ട് ഭൗതിക പശ്ചാത്തലമാണ്. സത്യം പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത രണ്ട് പ്രക്രിയകളാണ് എഴുത്തും വായനയും എന്ന് പറയണമെങ്കിൽ. ഇവിടെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കണം, ഏത് മൂശ ഉപയോഗിക്കണം, ഏത് കളർ ഉപയോഗിക്കണം എന്നൊക്കെ വെച്ചൊരു പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടാക്കുന്നു. പക്ഷേ വെള്ളം ഇത് കോരി കുളിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്ക് ഈ കപ്പ് വേറെ രീതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കുന്ന ഒരു അനുഭവ ക്രിയേറ്റീവ് ആയിരിക്കുന്നില്ല ഇത് കോരി കുളിക്കുന്ന ആൾക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് വിജയമാണോ പരാജയമാണോ എന്ന് പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഇത് ഉണ്ടാക്കുന്നതിലായിരിക്കാം കൗതുകം, മറ്റാൾക്ക് കോരി കുളിക്കുന്നതിലായിരിക്കും കൗതുകം. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ പ്രക്രിയകളാണ്. ഇനിയും ആരെങ്കിലും ഉണ്ടോ? നമുക്കൊരു ചോദ്യത്തിനൂടെ സമയം എടുക്കാം. ഒരു മണിയായി. ഇല്ലില്ല, ഒരു മണിയായി. ഇനി ആരുമില്ലെങ്കിൽ നമുക്ക് സമ്മപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിച്ച് പറഞ്ഞാൽ, എല്ലാ കാലത്തും പുതുമ സൃഷ്ടിക്കാൻ എഴുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ എഴുത്തുകാരാവുന്നില്ല. എന്നിടെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്നുള്ള ചോദ്യം എഴുതുന്ന മുഹൂർത്തത്തിൽ എല്ലാ എഴുത്തുകാരുടെയും ഉള്ളിലുണ്ട്. അവരെഴുത്തുകാരെന്നുള്ള നിലയിൽ ഗൗരവമായിട്ട് ആ പ്രക്രിയ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തൊട്ടു മുമ്പുള്ള ആളുകൾ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുതുക എന്നുള്ളത് എപ്പോഴും, പ്രത്യേകിച്ച് ഈ ഫിക്ഷൻ്റെ കാര്യത്തിൽ, കവിതയുടെ കാര്യത്തിൽ, എല്ലാ രചനാരൂപങ്ങളുടെയും കാര്യത്തിൽ അത് വളരെ പ്രസക്തമാണ്. അതേ സമയത്ത് തന്നെ അയാൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയുണ്ട്. CJ തോമസ് വലിയ പ്രഗത്ഭനായ നാടകകൃത്താണെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം രാവിലെ കാണാൻ ചെന്നപ്പോൾ, CJ വളരെ പ്രസിദ്ധനായി, അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ നാടകങ്ങളൊക്കെ വന്നതിന് ശേഷമാണ്. CJ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്തു പറ്റി? ഞാൻ നാടകം എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. എന്ത് ചെയ്യാൻ? എല്ലാം ആ ദ്രോഹി എഴുതി കഴിഞ്ഞില്ലേ? അപ്പോൾ വിചാരിച്ചു ഇവർ തമ്മിലുള്ള നോവലെഴുത്ത് പോലെ ആയിപ്പോയോ എന്ന് നിങ്ങൾ സംശയിക്കും. അങ്ങനെയല്ല. എന്താ കാര്യം പറയൂ? അതെല്ലാം സോഫോക്ലിസ് എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പോലും 2025 ഏറ്റവും പുതിയ ഓൺലൈൻ ഫലിതങ്ങളൊക്കെ സന്തോഷും മനോജും ഒക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ പോലും നമ്മൾ മഹാഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ക്ലാസിക്കുകൾ എന്ന് പറയുന്ന നിലവാരത്തിലെത്തുന്ന കൃതികൾക്കുള്ള ഒരു സവിശേഷത, അത് പ്രക്ഷേപിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും വരും. ജീവിതത്തിന് അന്യമായ ഒന്നുമില്ല, സകലതും അതിൽ വരും. ഇതെല്ലാം ഏതൊക്കെയോ രസഭാഗത്തിൽ കൃതികളിൽ അടയാളപ്പെട്ടിട്ടുണ്ടോ അത് നിലനിൽക്കും. അതല്ലാതെ താൽക്കാലികമായിട്ടുള്ള ഫാഷനുകളുടെ പുറകെ പോവുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് അത് ശ്രദ്ധിക്കപ്പെടും. പക്ഷേ അതിനപ്പുറത്ത് നിലനിൽക്കുന്നത് എന്താണ് എന്ന്
ഗൗരവപൂർവ്വം നമ്മൾ ചരിത്രപരമായിട്ട് കലയെയും സാഹിത്യത്തെയൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും. എൻ്റെ നാട്ടിൽ വളരെ പ്രസിദ്ധനായൊരു കവി ഉണ്ടായിരുന്നു. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്ന ആ പ്രാർത്ഥനാഗീതം എഴുതിയ ആളാണ്. അദ്ദേഹം കവനകൗമുദി എന്നൊരു മാസിക നടത്തിയിരുന്നു. പൂർണ്ണമായിട്ടും പദ്യത്തിലുള്ള വിഭവങ്ങൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ഏതാണ്ട് 10-20 വർഷം അദ്ദേഹത്തിൻ്റെ 25 വർഷത്തോളം അത് നടന്നിരുന്നു. അപ്പോൾ അതിലെഴുതിയ കവികളുടെ എണ്ണമെന്ന് പറയുന്നത് ആ 10-25 വർഷത്തിനിടയിൽ ഏതാണ്ട് ഒരു 25,000 പദ്യകൃത്തുകൾ അതിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ കാലഘട്ടം 1904 മുതലുള്ള വർഷങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര കവികളെ കാണുന്നു? ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരെയും നാലപ്പാടിനെയും അങ്ങനെ ഒരു കൈ വിരലിൽ എണ്ണാവുന്ന ആളുകളെ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലത്തിൻ്റെ ഒരു വലിയ തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പ് നമ്മൾ ഓരോരുത്തരും പങ്കാളിയായി നടത്തുന്ന തിരഞ്ഞെടുപ്പാണ്. കാലമെന്ന് പറയുന്ന ഒരു പുരുഷൻ വന്ന് തിരഞ്ഞെടുക്കുകയല്ല. അത് ഓരോ കാലത്തെയും വായനക്കാർ അവരാണ്. അവരിലൂടെ അത് കടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ചിലത് അവശേഷിക്കും. ആ അവശേഷിക്കുന്നതിലാണ് ഈ പറയുന്ന ക്ലാസിക് മാനമുള്ള രചനകൾ ഉണ്ടാവുക. അതിൽ തീർച്ചയായിട്ടും എപ്പോഴും പുതിയ എഴുത്തുകാർ എഴുതുമ്പോൾ അവർ പുതുതായിട്ട് എഴുതും, അത് പുതുമയോടുകൂടി എഴുതും. അതേ സമയത്ത് തന്നെ ജീവിതമെന്ന് പറയുന്ന സത്യം അതിൽ വളരെ ശക്തമായിട്ട് സ്പന്ദിച്ച് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഫിക്ഷൻ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആലോചിച്ച് നോക്കുക, നിങ്ങൾ വായിച്ച നോവലിലെ കഥയിലെ വാക്യങ്ങളാണോ, അതിലെ പ്രത്യേക തരത്തിലുള്ള ആ വാക്യവിന്യാസ രീതിയാണോ, അതോ അതിലെ തീക്ഷ്ണമായ ജീവിത മുഹൂർത്തമാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്? ചോദ്യമുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങനെ ആയതുകൊണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ പത്രവാർത്തകളിലും ടെലിവിഷൻ പരിപാടികളിലുമൊക്കെ വരുന്നത് പോലെ തീക്ഷ്ണമായ ജീവിതം ഇവിടെ പറഞ്ഞു. അതായത് കഥയെ വെല്ലുന്ന ജീവിതമാണ്. എന്നും അങ്ങനെയായിരുന്നു. എന്നും കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു. കഥയെ വെല്ലുന്ന ജീവിതത്തിൽ നിന്ന് കഥയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള, കഥയായിത്തീരാനുള്ള എന്ന് വെച്ചാൽ നാളെയും നിലനിൽക്കാൻ പോകുന്ന ഒന്നിനെ സൃഷ്ടിക്കാനാണ് ജീവിതമെന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങ് അനുഭവിച്ച് തീർന്നു പോവുകയാണ്. അതിൽ നിന്ന് നാളെയും നിൽക്കാൻ പോകുന്ന ഒന്നിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എഴുത്തുകാരൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ആഖ്യാനത്തിൻ്റെ പുതുമയിലൂടെ അവൻ്റെ രചനയെ സ്ഥായിയാക്കുന്നത്. നമസ്കാരം.